Welcome to Hello guys, പറയട്ടെ. Hello guys, welcome back to YouTube channel of University Institute Kottakkal. ഇന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷൻ സ്പെഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 2018, 2019, 2022. കൊറോണ ആയ സമയത്ത് ചില സമയത്ത് ക്രിസ്മസ് എക്സാമിനേഷൻ വരാത്തതുകൊണ്ട് ചില ഇയേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സോ 3 വർഷങ്ങളിലെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എത്ര പേരായി? ഇന്ന് നമ്മൾ ലൈവ് ആരംഭിച്ചിരിക്കുന്നത് 6:30-ക്കാണ്. സാധാരണ 7 o'clock നമ്മൾ ലൈവ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പെട്ടെന്ന് തന്നെ ലിങ്കെല്ലാം അയച്ചു കൊടുത്ത് പരമാവധി ആൾക്കാരെ ഈ ഒരു ലൈവിൻ്റെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിപ്പിക്കുക. ഓക്കെ, ഷഹീൽ ഹാദി, മുഹമ്മദ് ഷബീബ്, റിഷാൻ കെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തുടങ്ങല്ലേ നമുക്ക്? ഞാൻ ഏതാനും ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞാൽ MP സാർ ബാക്കിയുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ട ചാപ്റ്റേഴ്സ് കേട്ടോ. വേപ്റ്റിക്സ് വരെ നമുക്ക് വേണ്ടത്. സോ ആർ യു റെഡി? ഷാൽ വി സ്റ്റാർട്ട്? ഹായ് ഇഷാൽ സിൻഹ. ഓക്കെ, അപ്പോൾ ഗൈസ് ലേറ്റായി വന്ന ആൾക്കാർക്ക് ഒന്നുകൂടി പറയാം, ക്രിസ്മസ് എക്സാമിനേഷൻ സ്പെഷ്യലുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ, കഴിഞ്ഞ 3 വർഷങ്ങളിലെ ചോദ്യങ്ങൾ. പക്ഷേ നമ്മൾ കൊറോണ സമയത്ത് ചില വർഷങ്ങൾ സ്കിപ്പായി പോയതുകൊണ്ട് 2018, 2019, അതേപോലെ 2022 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രിസ്മസ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്രിസ്മസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, റെഡി? തുടങ്ങാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നതല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ചാർജസ്. എന്താണ് SI യൂണിറ്റ് ഓഫ് ചാർജ്? എല്ലാവർക്കും അറിയാം SI യൂണിറ്റ് ഓഫ് ചാർജസ് കൂളം. വേറെ യൂണിറ്റ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്താണ്? കൂളം. ഓക്കെ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. നിങ്ങൾക്ക് ഏതെങ്കിലും 2 പ്രോപ്പർട്ടി അറിയാവോ? കോണ്ടൻസേഷൻ ഓഫ് ചാർജ് പറയാം, കോണ്ടൻസേഷൻ ഓഫ് ചാർജ് പറയാം, അതേപോലെ അഡിറ്റിവിറ്റി, കൺസർവേഷൻ ഓഫ് ചാർജ് പറയാം. ഇത് രണ്ടെണ്ണം നല്ല അടിപൊളിയല്ലേ? കൺസർവേഷൻ ഓഫ് ചാർജ് പറയാം. ഇനി അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ഉണ്ട്, ലൈക്ക് ചാർജസ് റിപ്പിൾസ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് ഉണ്ട്. ഒരുപാട് ചാർജിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ 2 എണ്ണം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 എണ്ണം നല്ല മെയിൻ ആയിട്ടുള്ള പറഞ്ഞു. കോണ്ടൻസേഷൻ ഓഫ് ചാർജ്, ഓക്കെ, കോണ്ടൻസേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഗീവ് ഇറ്റ്സ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? -q + q ഉള്ളൊരു സംവിധാനം. അപ്പോൾ ഈ ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു L ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ആരായിരിക്കും? Q × L. വൺ ഓഫ് ദി ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്, Q × L.
സോ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ആണ് Q ഇൻറ്റു L. അതിന്റെ ഡയറക്ഷൻ എന്താ? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ പോസിറ്റീവ് ചാർജിലേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ വരിക, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എസ് യൂണിറ്റ് ഓഫ് ചാർജ് ഏതാണ്? കൂളംബ് ആണ്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താ? സ്ട്രെങ്ത് ഓഫ് ദി ഡൈപോൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോർമൽ ടു ദ സർഫേസ് ഓഫ് എ കണ്ടക്ടർ. ഗീവ് റീസൺ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ നോർമൽ ആകുന്നത്? ഞാനിത് NCERT ടെസ്റ്റിലെ ഉള്ള ഒരു പോർഷനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ ആവുന്നത്? സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ അല്ല എന്ന് കരുതിക്കോളൂ. ഇനീഷ്യലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജിന് മുമ്പായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെ എന്തുണ്ടായിരിക്കും, ഒരു ചരിഞ്ഞ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് കമ്പോണൻറ്റ് വരയ്ക്കാൻ പറ്റും? വെർട്ടിക്കൽ കമ്പോണൻറ്റും വരയ്ക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരയ്ക്കാൻ പറ്റും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആക്ട് ചെയ്യുന്ന ഏതിലൂടെയാണ്? ആ മെറ്റലിൻ്റെ സർഫസിലൂടെയാണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആക്ട് ചെയ്യുന്നത് എന്താണ്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എല്ലാം ഈ ചാർജ് യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എല്ലാം ആക്ട് ചെയ്യുന്ന സർഫസിലൂടെ ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു നോക്കാം കേട്ടോ. If E were not normal to the surface, it would have some non-zero component along the surface. Free charges on the surface of the conductor would then experience a force and move. In static situation, therefore, E should have no tangential component. Thus, electric field at the surface of the conductor must be normal to the surface at every point. For a conductor without any surface charge density, field is zero even at the surface. Okay, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താണ്? If electric field were not normal, it has both vertical and horizontal component. After the distribution of charge, all the horizontal components cancel each other and remaining vertical components exist. Okay. Next question. What is Gauss's law? Gauss's law അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് Gauss's law? Total electric flux through a closed surface is equal to 1 by epsilon 0 times the net charge enclosed by the closed surface. അല്ലേ? ഒരു ക്ലോസ് സർഫസിനകത്ത് ആരൊക്കെ ഉണ്ട്? Q1, Q2, Q3 ഇങ്ങനെ പോയിട്ട് Qn വരെ ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലക്സ് എങ്ങനെ കാണാൻ പറ്റും? ഇതിൽ കടന്നു പോകുന്നത് എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ആണ് നോർമലായി കടന്നു പോകുന്നത്, ആ ഒരു ഫ്ലക്സ് എങ്ങനെ കാണാൻ പറ്റും? ഇൻ്ററേഷൻ ഓഫ് ഇ ഡോട്ട് ഡി എസ് കാണാനുള്ള ഐഡിയ ആണ് Q ഇൻസൈഡ് ബൈ എപ്സിലോൺ 0. So total electric flux coming out of a closed surface is equal to 1 by epsilon 0 times net charge enclosed by the closed surface ആണ് Gauss's law കാണാനുള്ള ഐഡിയ. Using Gauss's law, find the electric field due to uniformly charged infinite plane sheet. അപ്പോൾ എല്ലാ ഡെറിവേഷനും കൂടെ പറഞ്ഞാൽ നിങ്ങളെ ബോർ അടിപ്പിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ NCERT ടെസ്റ്റിൽ അതിൻ്റെ ഒരു ഫിഗർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാണ് നമ്മുടെ ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന് 3 സർഫസ് ഉണ്ട്. ഏതൊക്കെയാണ് സർഫസ് ഉള്ളത്? 2 സൈഡ് സർഫസും ഉണ്ട്, ഒരു കർവ്ഡ് സർഫേസും ഉണ്ട്. ഇല്ലേ? ഏതാണ് കർവ്ഡ് സർഫേസ്? ഈ കാണുന്നതാണ് എന്ത്? കർവ്ഡ് സർഫേസ്. 2 സൈഡ് സർഫേസും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലക്സ് കാണാൻ പറ്റുക? ടോട്ടൽ ഇൻ്ററേഷൻ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ആരായിരിക്കും? Q ബൈ എപ്സിലോൺ 0. Q എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തുള്ള ചാർജാണ് എന്ത്? Q എന്ന് പറഞ്ഞത്. ഇത് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ഏരിയ ഉണ്ട്. ഇൻ്ററേഷൻ ഓഫ് ഇ ഡി എസ് കോസ് 0, ഇതേതാ? ഒരു സൈഡ്. ഓക്കെ, അടുത്തതായിരിക്കും ഇൻ്ററേഷൻ ഓഫ് ഇ ഡി എസ് കോസ് 0, ഇത് അടുത്ത സൈഡ്. പിന്നെ എന്തായിരിക്കും? ഇൻ്ററേഷൻ ഓഫ് ഇ ഡി എസ് കോസ് 90, ഇതേതായിരിക്കും? ആ ഒരു കർവ്ഡ് സർഫേസ് ഈക്വൽ ടു അതിനകത്തുള്ള ചാർജ് ബൈ എപ്സിലോൺ 0. Q ഇൻസൈഡ് ബൈ എപ്സിലോൺ 0 എന്നല്ലേ പറയാം. അപ്പോൾ ആദ്യത്തെ 0 ആയിപ്പോയി, അടുത്തതും 0 ആയിപ്പോയി. അല്ല, ആദ്യത്തെ 2 0 ആവില്ല. ആദ്യത്തെ 2 എന്നായി പോവും? 2 ഇൻറ്റു ഇൻ്ററേഷൻ ഓഫ് ഇ ഡി എസ് ഈക്വൽ ടു എന്തായിരിക്കും? പിന്നെ ആ ഒരു കർവ്ഡ് സർഫസ് കോസ് 90 വന്നുകൊണ്ട് 0 ആയിപ്പോവും, ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 എന്ന് വരും. 2E ഇൻറ്റു ഇൻ്ററേഷൻ ഓഫ് ഡി എസ് ഈക്വൽ ടു ആരായിരിക്കും? Q ബൈ എപ്സിലോൺ 0. 2E ഇൻറ്റു ഇൻ്ററേഷൻ ഓഫ് ഡി എസ് ആരാ?
അതിൻ്റെ മൊത്തം ഏരിയ എ ആണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി എസ് എ എന്ന് കിട്ടും. പിന്നെ ക്യൂന് നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മ ഇൻറ്റു എ ബൈ എപ്സിലോൺ സീറോ കൊടുക്കാം. എ കട്ടായി പോകുമ്പോൾ ഈൻ്റെ ഇക്വേഷൻ ആരായിരിക്കും, സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഉണ്ടാവും. എല്ലാവർക്കും അറിയാമെന്നിരിക്കുന്നു. ഡെറിവേഷൻ നമ്മുടെ നോട്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ ഒന്നും കൂടി വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. വേണ്ട രീതിയിൽ കുറച്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനാണ് സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ. പിന്നെ ഇതിൻ്റെ ഗ്രാഫൊക്കെ വരച്ച് വയ്ക്കുക കേട്ടോ. ഈൻ്റെയും ഒരു ആറിൻ്റെയും ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ അങ്ങനെ ഗ്രാഫ് കൂടെ വരച്ച് വെച്ചാൽ എൻ്റെ ഫുൾ മാർക്ക് ആവും. Okay, next question. Two spheres S1 and S2 enclose charges as in the figure. Name the theorem used to find electric flux through the spheres. ഇതിൻ്റെ എന്ത് കാണണം, ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ വേണ്ട തീയറായിട്ട് പറയാൻ പോണത്. ഇത് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള തീയറ ഏതാ, വേറെ ആരുമല്ല, നമ്മുടെ ഏതാണ്, ഗോസസ് ലോ. ഒരു മാർക്ക് കിട്ടി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2? ഇത് ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. എങ്ങനെ ഫ്ലക്സ് കാണാൻ പറ്റുക, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ സീറോ. അത് ഒന്നാമത്തെ സർഫസ്. രണ്ടാമത്തെ സർഫസ് എന്ന് പറയുമ്പോൾ 5(1) ബൈ 5(2) എന്തായിരിക്കും, ഫസ്റ്റ് സർഫസിൽ എത്ര ചാർജ് ഉണ്ട്, ക്യൂ ബൈ എപ്സിലോൺ സീറോ ഡിവൈഡ് ബൈ സെക്കൻഡ് സർഫസ് എത്രയുണ്ട്, ക്യൂ പ്ലസ് 3Q ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ സീറോ ക്യാൻസൽ ആയി പോയാൽ ക്യൂ ബൈ എത്രയായിരിക്കും, 4Q, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇത്ര ചാർജിലേ ഉള്ളൂ. മൊത്തം ചാർജ് 4Q വരുമ്പോൾ താഴത്തേൽ ഇല്ല, പുറത്തുള്ളതിൽ 4Q, അകത്തുള്ളതിൽ എത്രയാണ്, Q. അപ്പോൾ Q ബൈ 4Q ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഓക്കെ, ഗോസസ് ലോ, ഷൈലാദി ഗോസസ് ലോ എന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആരായാലും എഴുതി പോകും. Find the expression of electric field due to electric dipole on the equatorial line. Draw a neat diagram of the case. Electric field due to a dipole, equatorial line ആണ്. എല്ലാ ആൾക്കാരും സ്കൂളിൽ പഠിച്ച ഡെറിവേഷൻ ഒന്നായിരിക്കും, ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനാണ് ചോദിച്ചേക്കുന്നത്. NCERT ടെസ്റ്റിലെ ഫിഗറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഡെറിവേഷൻ ഞാൻ വീണ്ടും പറയുന്നില്ല. അതായത് രണ്ട് ചാർജും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് Q/4πε0 1/r² + a². അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റിസൾട്ടൻ ഫീൽഡ് കാണുമ്പോൾ 2E cos θ എന്ന് കിട്ടും നമുക്ക്. അത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് 1/4πε0 എന്ത് കിട്ടും, ഓക്കെ, -P/r³ അല്ലേ, അങ്ങനെ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഡെറിവേഷൻ ഞാൻ വീണ്ടും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഡെറിവേഷൻ ആയിരിക്കും. ഈ ഡെറിവേഷൻ നിങ്ങളുടെ നോട്ടിലുണ്ടാവും, ഒന്നും കൂടെ പഠിക്കുക കേട്ടോ. NCERT ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും നോട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ നോട്ട് വായിച്ചാൽ മതി. 2 charges +2 microcoulomb and -5 microcoulomb are kept at 2 cm apart in air. Find electric potential at the midpoint of the line joining the charges. ഓക്കെ, രണ്ട് ചാർജുകൾ എത്ര അകലത്തിൽ വെച്ചേക്കണത്, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയായിരിക്കും, 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടത്. ഇപ്പോൾ രണ്ട് ചാർജ് ഉണ്ട്, +2 മൈക്രോകൂളം -5 മൈക്രോകൂളം. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഒന്നാമത്തെ ചാർജ്, ഇത് രണ്ടാമത്തെ ചാർജ് ആണെങ്കിൽ ഈ V ഈക്വൽ ടു ആരായിരിക്കും, V1 + V2 എന്ന് പറഞ്ഞാൽ പോരെ. V ഈക്വൽ ടു V1 + V2 എന്ന് പറയുമ്പോൾ V1 ഇക്വേഷൻ എന്താ, 1/4πε0 എത്രയായിരിക്കും, അതിൻ്റെ ചാർജ് Q1/R1 + Q2/R2 എന്ന് കിട്ടുക. ഈ 1/4πε0 ആരാ, 9 × 10⁻⁹. Q1 എത്രയാണ്, 2 × 10⁻⁶ ഡിവൈഡ് ബൈ അകലെ എത്രയാണ്, 10⁻⁻2 പ്ലസ് സെക്കൻഡ് ചാർജ് എത്രയായിരിക്കും, -5 × 10⁻⁶ ഡിവൈഡ് ബൈ 1 സെൻറ്റിമീറ്റർ എത്രയാണ്, 10⁻². എത്ര കിട്ടും, കട്ടായി പോയ 10⁻⁴ 10⁻⁴. അത് പുറത്തേക്ക് എടുത്താൽ ആ 10⁻9 × 10⁻⁴ എന്ത് വരും, 9 × 9 × 10⁻⁴ × 2 - 5.
അപ്പോൾ എത്ര കിട്ടും? 9 ഇൻറ്റു 10⁵ ഇൻറ്റു -3 -27 ഇൻറ്റു 10⁵. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് മിഡ് പോയിന്റ് നമ്മൾ കാണണം കേട്ടോ. 2 charges +2 microcoulomb and -5 microcoulomb are kept 2 cm apart in air. Find electric potential at the midpoint of the line joining the charges. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് കൃത്യം 1 സെൻറ്റിമീറ്ററിലേക്ക് എടുത്തിട്ട് നമ്മൾ 2 ചാർജിൻ്റെയും കൂടെ എന്ത് കണ്ടു? പൊട്ടൻഷ്യൽ കണ്ടു. പൊട്ടൻഷ്യൽ ആകുമ്പോൾ വെറുതെ ആഡ് ചെയ്താൽ മതി അല്ലേ? അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെറുതെ ആഡ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Work done in moving a charge of +3 coulomb on an equipotent surface. ഒരു ഇക്വിപോട്ടന്റ് സർഫസിൽ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണ്. നമുക്കറിയാം VA - VBൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? WBA/Q എന്നാണ് വരിക. ഇഫ് VA = VB, WBA ഷുഡ് ബി എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 3 microcoulomb ഓൺ ആൻ ഇക്വിപോട്ടന്റ് സർഫസ് എന്തായിരിക്കും? 0. വാട്ട് എവർ ദ ചാർജ്. ഒരു ഇക്വിപോട്ടന്റ് സർഫസിൽ ചാർജിന് മൂവ് ചെയ്യിക്കുന്നതിൻ്റെ ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ 3 capacitors C1, C2, C3 കണ്ടക്ടഡ് ഇൻ സീരീസ്. 3 കപ്പാസിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, C1, C2, C3. അതിൻ്റെ സീരീസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ? സീരീസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? 1/CS = 1/C1 + 1/C2 + 1/C3. റെസിസ്റ്റൻസിൻ്റെ പാരലൽ പോലെയാണ് കപ്പാസിറ്ററിൻ്റെ എന്ത്? സീരീസ്. ഫൈൻഡ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഇൻ ദ നെറ്റ്വർക്ക് ഗിവൺ ബിലോ. ഇത് രണ്ടിലേ നോക്കട്ടോ. ഈ 2 കപ്പാസിറ്റേഴ്സും എന്താണ്? പാരലാണ്. പാരലാകുമ്പോൾ രണ്ടും കൂടെ എത്രയായിരിക്കും? 2 + 4 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? 6 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഈ 6 മൈക്രോ ഫാരഡും 3യും കൂടെ എന്താണ്? സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? C effective = C1 C2 / C1 + C2 എന്നല്ലേ പറയാം? 6 × 3 / 6 + 3 18/9 = 2 മൈക്രോ ഫാരഡ്. ഓക്കെ, ആദ്യം 2ഉം 4ഉം കൂടെ വെറുതെ ആഡ് ചെയ്യുക. പാരലാകുമ്പോൾ വെറുതെ ആഡ് ചെയ്താൽ പോരെ? 2, 4ഉം കൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. ഓക്കെ, next question. On introducing a dielectric slab between the plates of a capacitor, its capacitance. ഒരു ഡയലക്ട്രിക് സ്ലാബിലേക്ക് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? K∈0A/D എന്നാണ് ഡയലക്ട്രിക് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ C ഡയലക്ട്രിക് = ആരായിരിക്കും? K × C എയർ എന്ന് വരും. സോ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുന്നത്? ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് K ടൈംസ് കൂടും. ഇറ്റ്സ് കപ്പാസിറ്റൻസ് അപ്പോൾ എന്തായിരിക്കും? ഇൻക്രീസസ്. How to increase the capacity of a capacitor? We can increase the plate area, decreasing plate distance. By inserting a proper dielectric, we can increase the capacitance of a capacitor, parallel plate capacitor especially. Next question. A capacitor marked 10 farad 25 volt is charged by connecting to a voltage 10 volt. Find the energy stored in the capacitor. ഒരു കപ്പാസിറ്ററിൻ്റെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? കപ്പാസിറ്റർ മാർക്ക്ഡ് 10 farad 25 volt is charged by connecting to a voltage source of 10 volt. കേട്ടോ, ഈ കപ്പാസിറ്റർ 10 farad ഉള്ള കപ്പാസിറ്ററാണ്. അത് 25 വോൾട്ടൊക്കെയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കണ വോൾട്ടേജ് എത്രയാണ്? ഒരു 10 വോൾട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ നമുക്കറിയാം? കപ്പാസിറ്റൻസ് അറിയാം, കൊടുത്ത വോൾട്ടേജ്. ഇപ്പോൾ കിട്ടിയ വോൾട്ട് എത്രയായിരിക്കും? 10 വോൾട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 25 വോൾട്ട് ആഗ്രഹിക്കുന്ന ഒരു കപ്പാസിറ്റർ ആണെങ്കിലും 10 വോൾട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനർജി സ്റ്റോറിൻ്റെ ഇക്വേഷൻ ആരാ? ½ CV² എന്നല്ലേ പറയാം? ½ ഇൻറ്റു കപ്പാസിറ്റൻസ് ആരാ? 10 ഇൻറ്റു V ആരാ? 10ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 1000/2 = 500 ജൂൾ.
ആയിഷ മിൻഷ. ഹായ് ആയിഷ മിൻഷ. കറക്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കുന്നുണ്ടോ? ലൈവ് ആയതുകൊണ്ടേ നിങ്ങളും കൂടെ ഒക്കെ ഒന്ന് കൂടെ ചെയ്തു കേട്ടോ. 25 വോൾട്ട് നമ്മുടെ മാർക്കറ്റ് വോൾട്ടേജ് പറയുമ്പോൾ കറണ്ടിൽ പറഞ്ഞ പോലെ അത് ആഗ്രഹിക്കുന്ന വോൾട്ടേജ് ആണത്. പക്ഷേ നമ്മൾ ആ പടം എത്ര കൊടുത്തിട്ടുള്ളൂ? 10 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹാഫ് സി വി സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. If two copper plates, each of area A, are kept parallel at a distance d apart in air, it's parallel plate capacitor. It's a parallel plate capacitor. Define the capacitance of this arrangement. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ ആരാ? എപ്സിലോൺ 0 A by D. Derive the formula of capacitance of this capacitor. ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയോ? റെഡ്യൂസ് നമ്മൾ കേട്ടോ. ആദ്യം എന്ത് ചെയ്യുക? ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, അത് കഴിഞ്ഞാൽ പൊട്ടർ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു ഇ ഡി. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ദെൻ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക സിഗ്മ എയും കൊടുക്കുക, വിയുടെ സ്ഥാനത്ത് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 കൊടുക്കുക. അപ്പോൾ കെ എപ്സിലോൺ 0 എ ബൈ ഡി നമുക്ക് കിട്ടും. എല്ലാവർക്കും ഡെറിവേഷൻ അറിയാതെ വിചാരിക്കുന്നു. Okay. Next question. How capacitance changes if the distance between the plate is doubled? നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആരാ? എപ്സിലോൺ 0 എ ബൈ ഡി എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് മാറ്റി കഴിഞ്ഞാൽ എപ്സിലോൺ 0 എ ബൈ 2D എന്ന് വരും. അപ്പോൾ സി ബൈ 2 എന്നായി പോവും. അപ്പോൾ കപ്പാസിറ്റൻസ് ആയി പോവും, ഹാഫ് ആയി പോവും. ഓക്കെ, കപ്പാസിറ്റൻസ് ഈസ് halved. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ കഴിഞ്ഞ 3 കൊല്ലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചാർജിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട ഏതൊക്കെയാണ്? ഈ കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിൻ്റെ എനർജി സ്റ്റോർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി ഡൈപോൾ, അതായത് പോലെ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി പോയിന്റ് ചാർജ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോളും പഠിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലാണെങ്കിൽ ഡൈപോളിൻ്റെ ആക്സിൽ ലൈൻ ഉണ്ട്, ഇക്വിറ്റോറിയൽ ലൈൻ ഉണ്ട്, ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷൻസ് ആയ ഏതൊക്കെയുണ്ട്? നമ്മുടെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഇൻഫിനിറ്റ് ലോങ് ചാർജ്ഡ് വയർ, ഷെൽ, ഇതൊക്കെ പഠിക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ കിടക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റി. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ടെമ്പറേച്ചർ. Resistance of a conductor with temperature does not change, increases, decreases. Resistance of a conductor with temperature എന്തായിരിക്കും? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് കുറഞ്ഞ സംഭവമാണ്. അപ്പോൾ ചൂടാക്കുമ്പോൾ സംഭവിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ടെമ്പറേച്ചർ എന്നായിരിക്കും. റെസിസ്റ്റൻസും ടെമ്പറേച്ചറും എങ്ങനെ പറയാൻ പറ്റുക? റെസിസ്റ്റൻസ് of a conductor increases with increase in temperature. സെമി കണ്ടക്ടർ ഇങ്ങനെയല്ല, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും വരില്ല. ഓക്കെ, കറക്റ്റ് ആട്ടോ. ആയിഷ മിൻഹ, അരുണിമ എല്ലാം കറക്റ്റ് ആട്ടോ. ബി ഇൻക്രീസസ്. അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഞാൻ വേഗം പറഞ്ഞു പോകാൻ കാരണം നിങ്ങളിത് പതുക്കെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് വളരെ ഈസിയാണെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ആർ ഗിവൺ 2 വയേഴ്സ്, സിൽവർ ആൻഡ് അലുമിനിയം, ഹാവിംഗ് സെയിം ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ്. ഐഡന്റിഫൈ ദ വയർ വിത്ത് ഹയർ ഡയമീറ്റർ. ഇപ്പോൾ 2 വയറിന് എന്തുണ്ട്? സിൽവറും ഉണ്ട്, അലുമിനിയം ഉണ്ട്, സെയിം ലെങ്ത്തും റെസിസ്റ്റൻസും ആണ്. ഈ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? റോ എൽ ബൈ എ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് റെസിസ്റ്റൻസും സെയിം ആണ്, ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇന്നൊരു ഐഡിയ കിട്ടും. അതായത് ഏരിയ പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? റോ, റെസിസ്റ്റിവിറ്റി എന്ന് കിട്ടും. ഏരിയ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? പൈ ഡി സ്ക്വയർ ബൈ 4 എന്നല്ലേ കിട്ടുക? പ്രൊപ്പോർഷണൽ ടു റോ എന്ന് കിട്ടും. അപ്പോൾ ഡി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു റോ എന്നായിരിക്കും, അല്ലെങ്കിൽ ഡി പ്രൊപ്പോർഷണൽ ടു റൂട്ട് റോ എന്നായിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ
റെസിസ്റ്റിവിറ്റി കൂടിയ ആൾക്ക് എന്തും കൂടുതലായിരിക്കും, ഡയമീറ്ററും കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താ പറയാൻ പറ്റുക, ഐഡന്റിഫൈ ദ വിത്ത് ഹയർ ഡയമീറ്റർ ആർക്കാണ്, സിൽവർ അലുമിനിയം പറഞ്ഞ സമയത്ത് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ ഈസ് ലെസ് ദാൻ അലുമിനിയം ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടിയ ആരാ, അലുമിനിയം അല്ലേ. അപ്പോൾ അലുമിനിയത്തിനായിരിക്കും എന്ത് വരിക, ഇതിൽ ഹയർ ഡയമീറ്റർ വരിക. ഞാൻ ഈ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ, അതിൽ എൽ സെയിം ആണ്, അതേപോലെ എന്താണ് ആറും സെയിം ആണ്. അപ്പോൾ എ പ്രപ്പോർഷൻ ടു എന്ത് വരും, റോ എന്ന് വരും. ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ, പൈ ആർ സ്ക്വയർ. ആറിൻ്റെ സ്ഥാനത്ത് ഡി ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 4 പ്രപ്പോർഷൻ ടു റോ എന്ന് വരും. അപ്പോൾ ഡി സ്ക്വയർ പ്രപ്പോർഷൻ ടു റോ, ഡി പ്രപ്പോർഷൻ ടു 1 ബൈ റൂട്ട് റോ. അപ്പം കിട്ടുന്ന ലോജിക്കലാണ് ഞാനിത് പറഞ്ഞു കേട്ടോ. ആയിഷ മനുഷ്യക്ക് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് കറന്റ് ത്രൂ ദ റെസിസ്റ്റർ ഇ. ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏതാ, 2 ഓം അല്ലേ. ഏതൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്, 2 ഓം, 3 ഓം, 4 ഓം, 6 ഓം. വേഗം തന്നെ ഇത് വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫോമിൽ വന്നുകൊണ്ട് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ആണോ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ 2/3 ഈക്വൽ ടു 4/6. യെസ്, ഇത് കറക്റ്റ് അല്ലേ. അപ്പോൾ കണ്ടീഷൻ ഏതാ, വീസ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ ഈ 5 ഓമിൽ കൂടെ കറണ്ട് പോവും, ഇതിൽ കൂടെ പോണ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ആൻസർ എന്തായിരിക്കും, 0. ഡിറൈവ് ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയില്ലേ, ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ് എങ്ങനെ ചെയ്യാം. നമ്മുടെ വേഗം ഒന്ന് ഓടിച്ച് ചെയ്യുകയാണെങ്കിലേ, ഇതിൽ കൂടെ പോണ കറണ്ട് I1, ഈ കറണ്ട് ആരാ I2, ഈ കറണ്ട് I3, ഈ കറണ്ട് I4 എന്ന് കൊടുക്കുക. ഈ കറണ്ട് ആരാ IG. ഇത് ലൂപ്പ് 1, ഇത് ലൂപ്പ് 2. ഓക്കെ, അല്ലെങ്കിൽ പേര് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ആദ്യ കാര്യം പറയട്ടെ, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് പ്രത്യേകം എന്താ, ആർ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആർ ഈസ് അഡ്ജസ്റ്റഡ് ടു ഗെറ്റ് 0 ഡിഫ്ലക്ഷൻ ഇൻ ജി. അപ്പോൾ IG എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, IG എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ IG 0 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലൂപ്പിൽ എന്ന് പറയാൻ പറ്റും I1 ഈക്വൽ ടു I2 എന്നും അതുപോലെ തന്നെ I3 ഈക്വൽ ടു I4 എന്നും പറയാൻ പറ്റും. രണ്ട് ഇക്വേഷനും കേട്ടോ, 1, 2. I1 ഈക്വൽ ടു ആരാണ്, I2, I3 ഈക്വൽ ടു ആരാണ്, I4. ഇത് കിട്ടി. ഇനി നമുക്ക് ഏത് ലൂപ്പ് എടുക്കാം, ABDA എന്ന ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ -I1P പ്ലസ് I3R ഈക്വൽ ടു 0. അപ്പോൾ I1P ഈക്വൽ ടു എന്ത് വരും, I3R എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2, 3. അതേപോലെ ലൂപ്പ് ഏതായിരിക്കും, BCDB എന്ന ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ -I2Q പ്ലസ് I4S ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ I2Q ഈക്വൽ ടു ആരായിരിക്കും, I4S എന്ന് വരും. ഇക്വേഷൻ നമ്പർ 4. ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, I1P ഡിവൈഡ് ബൈ I2Q ഈക്വൽ ടു I3R ഡിവൈഡ് ബൈ I4S എന്ന് വരും. I1, I2, I3, I4 എല്ലാം കട്ടായി പോകും, കാരണം മുകളിൽ പറയണ്ടല്ലോ. ബാക്കി എന്ത് കിട്ടും, P/Q ഈക്വൽ ടു R/S എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ കണ്ടീഷൻ. P/Q ഈക്വൽ ടു R/S എന്ന് വന്നാൽ ആ ഗാലനോമീറ്ററിൽ കൂടെ എന്ത് പോവില്ല, കറണ്ട് പോവില്ല. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The variation of resistivity temperature for two different substances are shown below. From the above figure, which of the corresponding is a typical semiconductor? Semiconductor ഏതാ, ഇതിൽ സെമികണ്ടക്ടർ വളരെ ഈസിയാണ്. ഇതാണ് സെമികണ്ടക്ടർ. സെമികണ്ടക്ടറിന്റെ പ്രത്യേകത എന്താ, സെമികണ്ടക്ടർ കേട്ടോ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി കുറയുന്ന ആളാണ് സെമികണ്ടക്ടർ. ഇതാരായിരിക്കും, സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഈസി.
ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആട്ടോ. നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെയും സ്റ്റാൻഡേർഡ് റെസിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഉണ്ട്. സ്റ്റഡി കറണ്ട് ഫ്ലോസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇസ് എ കോൺസ്റ്റന്റ് അലോങ് ദ കണ്ടക്ടർ? ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു റോഡിൽ കൂടെ ഇങ്ങനെ കറണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ആരായിരിക്കും കോൺസ്റ്റന്റ്? കറണ്ട് തന്നെ ആയിരിക്കും കോൺസ്റ്റന്റ്. ഈ കറണ്ട് ഡെൻസിറ്റി എന്നൊക്കെ പറയുമ്പോഴേ J ഈക്വൽ ടു I/A എന്നാണ് പറയുക. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ആരാണ്? ഏരിയയാണ്. കറണ്ട് പക്ഷേ കറണ്ട് എന്തായിരിക്കും? ഏത് കണ്ടക്ടറുകൾ പറയാനും കറണ്ട് സെയിം ആയിരിക്കും. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോഴേ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയും. E ഈക്വൽ ടു റോ J എന്ന് പറയും. അപ്പോൾ E ഈക്വൽ ടു റോ ഇൻറ്റു J ആരാ? I/A എന്ന് പറയും. അപ്പോൾ ഇയും പ്രപ്പോർഷണൽ ടു ആരായിരിക്കും? 1/A ആയിരിക്കും. അപ്പോൾ ഈ പ്രപ്പോർഷൻ ടു 1/A ആണ്, J പ്രപ്പോർഷൻ ടു 1/A ആണ്. പക്ഷെ കറണ്ട് ആരാണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ ആൻസർ ഏത് വരും? കറണ്ട് എന്നാണ് വരിക കേട്ടോ. ഇത് വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയും. ഓംസ് ലോ എങ്ങനെ ഉണ്ടാക്കുക? V ഈക്വൽ ടു IR. V ആരാ? നമുക്ക് EL എന്ന് കൊടുക്കുക. I ഇൻറ്റു R എന്ത് കൊടുക്കുക? റോ L/A എന്ന് കൊടുക്കുക. L ക്യാൻസലായി. അപ്പോൾ E ഈക്വൽ ടു റോ ഇൻറ്റു I/A ആരാ? J അല്ലേ? അപ്പോൾ E ഈക്വൽ ടു റോ J എന്ന് വരും. ആ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ അത് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട് ഏരിയയുമായിട്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന് ഡിപ്പെൻഡൻസ് ഉണ്ട്, കറണ്ട് ഡെൻസിറ്റിക്കും ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. പക്ഷെ കറണ്ട് ആരാണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അമേഗ് പി ഡെറിവേഷനിൽ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ ജസ്റ്റ് ഒരു മാർക്ക് കിട്ടിയ ഭാഗ്യം. ഒരു മാർക്ക് കിട്ടിയ ഭാഗ്യം അമേഘേ. അതെന്തിനാ കഷ്ടപ്പെടണേ? ഫുൾ മാർക്കും കിട്ടണമെങ്കിലേ ഇഷാൻ സിൻഹ പറയട്ടെ ഫുൾ മാർക്കും കിട്ടുന്നു. ഡെറിവേഷൻ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയ ഫുൾ മാർക്കൊന്നും കിട്ടില്ല ഇഷാൻ സിൻഹ. ഡെറിവേഷനേ ഫുൾ എഴുതണം. ആ പാടാ ഇത്തിരി ഉള്ളു പഠിക്കാൻ. അതൊക്കെ കൂടെ പഠിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ പറ്റുക? അവിടെ പഠിക്കട്ടാ, അത് ഈസി അല്ലേ. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ. എന്താണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ? എന്താ? ഓൾജിബ്രായിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് എന്തായിരിക്കും? 0. ഒരു മാർക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചാലേ ഒരു മാർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ഉദാരവൽക്കരണം നടത്തുകയാണെങ്കിൽ കിട്ടും. മാഷന്മാരുടെ ഒരു മൂഡ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. മാക്സിമം ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എഴുതി വെച്ചില്ലേ, ഒരു ഫിഗറും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് തന്നേക്കാം. നല്ല മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഒരു മാർക്ക് കിട്ടും, മാർക്ക് കൂടിയ ആൾക്കാർക്ക് അത്രയും മാർക്ക് തരണമെന്നില്ല. അപ്പം എന്തായിരിക്കും? ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ആയിഷ മിനിഷ പറഞ്ഞു നല്ല സാറാണ് എനിക്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ. ഇത് പഠിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ഡയഗ്രമൊക്കെ വരച്ച് എല്ലാം കൂടെ എന്ത് ചെയ്യുക? I1 I2 I3 I4 എന്ന് കൊടുത്ത് എന്ത് ചെയ്യുക? വന്ന കറണ്ടിനെ പ്ലസ് ആക്കി എടുക്കുക. പ്ലസ് I1 പ്ലസ് I2, പോണ കറണ്ട് മൈനസ് ആക്കി എടുക്കുക. മൈനസ് I3 മൈനസ് I4 ഈക്വൽ ടു 0. അപ്പോൾ I1 പ്ലസ് I2 ഈക്വൽ ടു ആരായിരിക്കും? I3 പ്ലസ് I4. അപ്പോൾ വേണമെങ്കിൽ പറയാം കറണ്ട് എൻ്ററിങ് ഇൻ ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ഫ്രം ജംഗ്ഷൻ. SKP പേപ്പർ നോക്കിയാലോ? ഞാൻ പേപ്പർ നോക്കിയാലും ഒരു പാകത്തിന് മാർക്ക് ഇടുള്ളൂ. തോപ്പിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല, എന്നാലും ഒരു പാകത്തിനൊക്കെ ഇടുള്ളൂ.
ഇല്ല, ഞാൻ അങ്ങനെ ഇടൂല. കാരണം നമ്മൾ കുറേ പേര് കഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ ഒരാൾക്ക് വെറുതെ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഇടുന്ന ആളേ അല്ല. നിങ്ങളിത് കാണുമ്പോൾ തോന്നണാണ്. വല്ല ലാബ് എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ പോട്ടേക്കാം. തിയറി എക്സാമിനേഷനൊക്കെ പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു കൺവേർട്ട് എ ഗാലനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ? ഒരു ഗാലനോമീറ്റർ അമ്മീറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ എന്താക്കി വെക്കുക, ഒരു ചെറിയ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, അതിന് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഈ റെസിസ്റ്റൻസിൻ്റെ പേരാണ് ഇവിടെ R എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ഈ ആറിൻ്റെ വാല്യൂ കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കി, ഈ ഒരു കറണ്ട് കണ്ടോ നിങ്ങൾ, I എന്നുള്ള കറണ്ട് IG ആയിട്ടും I-IG ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടും, ഈ മുകളിൽ കാണുന്നതും ഈ താഴെ കാണുന്ന ഈ സർക്യൂട്ട്, ഇതും രണ്ടും എന്താണ്, പാരലാണ്. പാരലാകുമ്പോൾ എന്തായിരിക്കും, അത് രണ്ടിൻ്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. മുകളിൽ എന്ത് ചെയ്യാം, IG ഇൻറ്റു G ഈക്വൽ ടു താഴെ എന്ത് ചെയ്യുക, I-IG ഇൻറ്റു R എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ ആരായിരിക്കും, IG ഡിവൈഡ് ബൈ I-IG ഇൻറ്റു G എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, R കാണാം. ഈ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഗാലനോമീറ്റർ എന്താക്കി മാറ്റാം, അമ്മീറ്റർ ആക്കി മാറ്റാം. ഓക്കെ, ഗാലനോമീറ്റർ എങ്ങനെ അമ്മീറ്റർ ആക്കി മാറ്റാം, വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം, അത് ചാപ്റ്റർ മൂവിങ് ചാർജ് അല്ലേ. കുഴപ്പമില്ല, അവിടെ കിടന്നോട്ടെ. നെക്സ്റ്റ്, ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന സംഭവം എന്താ? The velocity, the average velocity acquired by the electrons, okay, when it is subjected to an electric field is known as drift velocity. ഓർമ്മയില്ലേ, ഒരു മെറ്റലിനകത്ത് ഇലക്ട്രോൺസ് എന്തായിരിക്കും, റാൻഡം തെർമൽ മോഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ മെറ്റലിനകത്തേക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് എന്ത് ചെയ്യും, ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റികളുടെ ആവറേജിന് പറയുന്ന പേരാണ് എന്ത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ദ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് ഡെറിവേഷൻ പാർട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. താഴെ ഉണ്ട്, നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയമാണ് N, Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് ആണ്, T ഈക്വൽ D ബൈ VD ആണ്, I ഈക്വൽ ടു Q ബൈ T. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ NEAVD എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതിനേക്കാൾ സിമ്പിളായിട്ട് നമ്മൾ നോട്ടിൽ ഈ സാധനം ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഡെറിവേഷൻ പാർട്ട് നോക്കുക. കറണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡെറിവേഷനും അതുപോലെ ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ ഡെറിവേഷനും കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ഓർമ്മ നിങ്ങൾക്ക്, E ബൈ M ടോ. ഓക്കെ, ആ ഇക്വേഷനും I ഈക്വൽ ടു ആരായിരിക്കും, NEAVD എന്നുള്ള ഡെറിവേഷനും. ഡെറിവേഷൻ മുഴുവൻ പറയുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യട്ടെ, ഏതൊക്കെ വരുന്നുള്ള കാര്യം പരിചയപ്പെടുത്താനാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക കേട്ടോ. നമ്മൾ EMI ആൻഡ് AC. ഷഹീൽ ഹാദി പറയുന്നുണ്ട് -E/m ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് EMI ആൻഡ് AC. ഓക്കെ, EMI ആൻഡ് AC ഏതുണ്ട്, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ആരാ, -dφ/dt ആണ്. അപ്പോൾ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, EMF എന്ന് പറഞ്ഞാൽ മതി. ഇൻഡ്യൂസ്ഡ് EMF എന്നോ അല്ലെങ്കിൽ EMF എന്നോ പറഞ്ഞാൽ മതി. ഉണ്ടോ? ഇർവിൻ പ്രമോദ്, ഇത് നമ്മുടെ IP സാറാണല്ലോ. ഹായ് IP സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The average value of AC over a complete cycle is 0. What is the RMS value of voltage and current in AC circuit? RMS വാല്യൂ ഇക്വേഷൻ ഒരു മാർക്കുള്ളൂ കേട്ടോ. അപ്പോൾ VRMS ഇക്വേഷൻ ഉണ്ടാ,
VRMS equal to VM by root 2, പീക്ക് വാല്യൂ ബൈ റൂട്ട് 2. കൊടുക്കുന്ന വോൾട്ടേജ് ഇപ്പോൾ ഒരു VM സൈൻ ഒമേഗ ടി ആണെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ ആയിരിക്കും ആര് VM, അത് ബൈ റൂട്ട് 2 ആണെന്ത് നമ്മുടെ VRMS എന്ന് പറഞ്ഞത്. അപ്പോൾ IRMS എന്തായിരിക്കും IM by root 2. The instantaneous voltage of a circuit can be represented by 230 sin 314t. What is the maximum value of voltage? Peak value of voltage ആണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് VM. ഈ VMന്റെ സ്ഥാനത്തിന് ആര് വന്നിരിക്കുന്നത്? 230 വന്നിരിക്കുന്നത്. അപ്പോൾ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആരായിരിക്കും? VMന്റെ വാല്യൂത്തിലേക്കും 230 വോൾട്ട്. ഓക്കെ, 230 volt. Next, series LCR circuit are used for tuning radio stations. At what condition the inductive reactance and capacitive reactance of a series LCR circuit becomes equal? Inductive reactanceും capacitive reactanceും ഈക്വൽ ആവുന്ന കണ്ടീഷന്റെ പേരാണെന്ത്? റെസൊണൻസ്. റെസൊണൻസ് ഇൻ LCR സീരീസ് സർക്യൂട്ട് അല്ലേ? റെസൊണൻസ് ആണ് കണ്ടീഷന്റെ പേര് പറയാം. അപ്പോൾ XL ഈക്വൽ ടു എന്ത് വരും? XC എന്ന് വരും. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സർക്യൂട്ടിൻ്റെ എബോവ് കണ്ടീഷൻ. ഫ്രീക്വൻസിനെ കാണാൻ പറ്റുക. XL ഈക്വൽ ടു എന്ത് കൊടുക്കുക? XC എന്ന് കൊടുക്കുക. XLൻ്റെ ഇക്വേഷൻ ആരാ? ഒമേഗ എൽ ഈക്വൽ ടു ആരായിരിക്കും? 1/ωc. റെസൊണൻസ് സമയത്ത് ആകുമ്പോൾ ω0 എന്ന് കൊടുക്കുക. അപ്പോൾ ω0² ഈക്വൽ ടു എന്ത് വരും? 1/LC. അപ്പോൾ ω0 ആരായിരിക്കും? 1/√LC is the equation. ഓക്കെ, ഇനി സി. A series LCR circuit has inductance L equal to 1 millihenry and C equal to 1 farad. I found this on the web for Celsius circuit has inductance equal to 1000. അതെ, ഞാൻ എന്തോ പറഞ്ഞപ്പോൾ സിരിക്ക് പെട്ടെന്ന് ഒരു ബാധ കയറിയതാണ്. സി. അപ്പം നമുക്ക് നോക്കട്ടോ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി? ω0ൻ്റെ ഇക്വേഷൻ ആണ് 1/√. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1 മില്ലി ഹെൻറി എന്ന് പറഞ്ഞാൽ 10⁻³ 1 നാനോ ഫാരഡ് എന്ന് പറഞ്ഞായിരിക്കും 10⁻⁹. അപ്പോൾ 1/√10⁻⁻12 എന്ത് വരും? -12 എന്ന് വരും. ഓക്കെ, അതിൻ്റെ റൂട്ട് എത്രയായിരിക്കും? 1/10⁻⁻6 അല്ലെങ്കിൽ 10⁻⁶ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഹായ് റെസൊണൻസ്. ഹസീൻ അഹമ്മദ്, വരൂ സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണെന്ന് ഒന്നും കൂടെ പറയാം. പുതിയ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ 13 വരെ ഉള്ളൂ. എന്തായാലും പുതിയ വന്ന ആൾക്കാരോട് പറയട്ടെ, നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ട കഴിഞ്ഞ 3 കൊല്ലങ്ങളിലെ ക്രിസ്മസ് എക്സാമിനേഷന് പ്രീവിയസ് നടത്തിയിട്ടുള്ള 3 കൊല്ലങ്ങളിലെ ചോദ്യങ്ങളാണ്. കൊറോണ സമയത്ത് എക്സാമിനേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ 2018, 2019, 2022 കൊല്ലങ്ങളിലെ ക്രിസ്മസ് എക്സാമിനേഷൻ നടന്ന ക്വസ്റ്റ്യനുകളുടെ ഡിസ്കഷനാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ഡയറക്ഷൻ ഓഫ് കറണ്ട് വെൻ ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ കോയിൽ. ഒരു നോർത്ത് പോളാണ് മൂവ് ചെയ്യുന്നത്. ഒരു നോർത്ത് പോൾ നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്തായിട്ട് മാറും? റിപ്പൽ ചെയ്യാൻ വേണ്ടി ഇത് എന്തായിട്ട് മാറും? നോർത്തായിട്ട് മാറും. ഇങ്ങനെ ഈ കറണ്ട് ആവുക ആൻറ്റി ക്ലോക്ക് വൈസിലെ കറണ്ട് ആവുക. കാരണം നോർത്തിൻ്റെ എങ്ങനെയാണ് നോർത്ത് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? നോർത്ത് എങ്ങനെയാണ് കാണിക്കുക? ഇങ്ങനെയല്ലേ കാണിക്കുക? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലെ കറണ്ട് ആവുക. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് വെൻ ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ കോയിൽ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നു കേട്ടോ. ഡെറിവ് ദ എക്സ്പ്രഷൻ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇത് നിങ്ങളുടെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയണ്ടാവും. നമ്മൾ NCERT ടെസ്റ്റിലെ ഡെറിവേഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. വർക്കിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, രണ്ട് ഭാഗത്തും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഐക്ക് നമ്മൾ DI എന്ത് കൊടുക്കാം? dQ/dt കൊടുക്കുക. അല്ല, വർക്കിൻ്റെ ഇക്വേഷൻ dW/dt, EMFിൻ്റെ ഇക്വേഷൻ LdI/dt അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ രണ്ട് ഭാഗം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ½ Li² കിട്ടുന്ന ഈ ഡെറിവേഷനാണ് എഴുതുന്നത് കേട്ടോ. ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല. അടുത്ത്, കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 100 millihenry when a current of 2 ampere is passed through it. കേട്ടോ, കറണ്ട് കൊടുത്തിട്ടുണ്ട്, ഒപ്പം എല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ? ½ Li² എന്നല്ലേ വരിക? ഹാഫ് ഇൻറ്റു എല്ലാരാണ്? 100 millihenry 10⁻³ ഇൻറ്റു കറണ്ട് ആരാ? 2ൻ്റെ സ്ക്വയർ. എത്ര കിട്ടും? 2ൻ്റെ സ്ക്വയർ കട്ടായി പോകുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ 200 ഇൻറ്റു 10⁻³ ഈക്വൽ ടു 0.2 ജൂൾ. ഓക്കെ, 0.2 ജൂൾ.
വേവ് ഒപ്റ്റിക്സ് വരെ ഉണ്ട് കേട്ടോ, വേവ് ഒപ്റ്റിക്സ് വരെ. വേവ് ഒപ്റ്റിക്സ് വരെയാണ് എക്സാമിനേഷനിൽ കേട്ടോ. അതുവരെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞില്ലേ? അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻഡക്ടർ ഓൾറെഡി ഞാൻ ഡെറിവേഷൻ പറയുന്നില്ല, ½ Li² കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാ ലാസ്റ്റ് കൺഫേം ചെയ്ത് പറഞ്ഞത്? നമ്മളിവിടെ വേവ് ഒപ്റ്റിക്സ് വരെ എടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് വേരിയേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതുവരെ എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ എന്താ പറഞ്ഞേക്കണം അതുവരെ പഠിക്കാം കേട്ടോ. റേ വരെയാണെങ്കിൽ റേ വരെ, വേവ് വരെയാണെങ്കിൽ വേവ് വരെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫേസ് ഡയഗ്രാം ഫൈൻഡ് ദ ഇംപെഡൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട്. ഒരു ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോട്ടെ. ഇത് Y, ഇത് X ആക്സിസ്. നമുക്കറിയാം, ആദ്യം തന്നെ ആരെ വരച്ചു? ഞാൻ കറണ്ട് വരയ്ക്കാൻ പോട്ടോ. ഇതാണ് കറണ്ട്. കറണ്ടിന്റെ ഒപ്പം തന്നെ ആരെ വരയ്ക്കുന്നു? നമ്മൾ VR വരയ്ക്കാൻ പോട്ടോ. ഓക്കെ, ഇതാരാണ്? കറണ്ട്. ഇതാരാണ്? VR. VRും കറണ്ടും ഫേസിലായതുകൊണ്ട് ഒപ്പത്തിനൊപ്പം വരയ്ക്കാം. ഇനി VL പറയുകയാണെങ്കിൽ എന്തായിരിക്കും? VL പറയുകയാണെങ്കിൽ VL എത്രയായിരിക്കും? ഒരു π/2 മുമ്പിലായതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ VL വരച്ചു. ഓക്കെ, ഇത് VL കേട്ടോ. ഇനി നമ്മുടെ VC പറയുകയാണെങ്കിൽ ഇങ്ങനെ VC വരച്ചു. ഇത് VL, ഇത് VC ആണെങ്കിൽ ഏത് വേണമെങ്കിലും വലുതാക്കി എടുക്കാം. അപ്പം ഞാൻ VL > VC എടുക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കിട്ടും? VL - VC എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഈ വെക്ടർ എങ്ങനെ വരയ്ക്കാം? ഇതാണ് നമ്മുടെ V. ഈ ഒരു ആംഗിൾ φ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിനെ പറഞ്ഞ പേരാണെന്ത്? ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കേട്ടോ. ഏത് ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ കിട്ടിയുണ്ടോ? ഇതാരാ? VL - VC. ഈ ആംഗിൾ φ, ഈ ആംഗിൾ V. ഇതാരാ? VR. നേരെ റെസിസ്റ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റും? ഇവിടെ XL - XC R Z എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ സെഡിൻ്റെ ഇക്വേഷൻ ആയിരിക്കും √R² + XL - XCയുടെ സ്ക്വയർ. ഇതാണ് സെഡിൻ്റെ ഇക്വേഷൻ. ടീച്ചേഴ്സ് എടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്. ടീച്ചേഴ്സ് എവിടം വരെ എടുത്തത് ചിലപ്പോൾ അവർ പറയും അവിടം വരെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമ്മൾ വേവ് ഒപ്റ്റിക്സ് വരെ എടുക്കണം കേട്ടോ. നിങ്ങളുടെ സ്കൂൾ ടീച്ചർമാർക്ക് ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർ മുഴുവൻ എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് പറയും? റേ വരെ പഠിച്ചാൽ മതി എന്നൊക്കെ പറയും. നമ്മൾ വേവ് വരെ എടുക്കുന്നുണ്ട്, വേവ് വരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സീരീസ് LCR സർക്യൂട്ടിലെ ഇംപെഡൻസ് കാണണം. അടുത്തത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കൊടുത്തത് കേട്ടോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം എങ്ങനെ കാണാൻ പറ്റും? ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z = √R² 20² + XL എത്രയാണ്? 2π. XLൻ്റെ ഇക്വേഷൻ ആരാ? 2π µL നും XCൻ്റെ ഇക്വേഷൻ ആരാ? 1/2π µC എന്നും കേട്ടോ. അപ്പോൾ 2π × ന്യൂ ആരാണ്? 50 × L. L എത്രയാണ്? 1.5 - 2π × 50 × കപ്പാസിറ്റൻസ് ആരാ? 35 × 10⁻⁻12ൻ്റെ സ്ക്വയർ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. ഇത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാണുക.
യാ എക്സ് ഇ മൈനസ് എക്സലും വരാം കേട്ടോ. എക്സ് മൈനസ് എക്സിയും വരാം, എക്സ് ഇ മൈനസ് എക്സലും വരാം. എന്ത് വന്നാലും സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമ്മളിവിടെ ഈക്വേഷൻ കണ്ടില്ലേ, ഇവിടെ എക്സ് ഇ മൈനസ് എക്സലും വരാം, എക്സ് എൽ മൈനസ് എക്സിയും വരാം. എന്ത് വന്നാലും ഇവിടെ സ്ക്വയർ വരുന്നതുകൊണ്ട് അത് ഓക്കെ ആയിരിക്കും. ഞാനിപ്പോൾ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ് വരച്ചത് കേട്ടോ. ഇവിടെ എന്താ വരച്ചത് നമ്മൾ? വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണ്. എൻ സി ആർ ടെസ്റ്റ് ഉള്ളത് വി സി ഗ്രേറ്റർ ദാൻ വി എൽ എന്നുള്ള പിക്ചറാണ്. ഏതായാലും കുഴപ്പമില്ല. ഹായ് ഷഹദീൻ. ഓക്കെ, നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു ഡെറിവേഷനാണ് എൽ സി ആർ സീരീസ് സർക്യൂട്ട്. അതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. Z ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇതൊക്കെ ഇത്ര എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ? എന്ത് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഈ എൻട്രൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കോമഡി ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ മെറ്റാലിക് പീസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ. ഒരു മെറ്റൽ പീസിൽ ഉണ്ടാവുന്ന കറണ്ട് പേരെന്താ? നെയിം ദ കറണ്ട്. ഏത് കറണ്ടാണ്? ഈ കറണ്ടിന്റെ പേരാണ് എഡ്ഡി കറണ്ട് കേട്ടോ. എഡ്ഡി കറണ്ട് എന്താ? ഒരു മെറ്റൽ പ്ലേറ്റുമായി ബന്ധപ്പെട്ട ഫ്ലക്സിൽ മാറ്റം വരുമ്പോൾ മെറ്റൽ പ്ലേറ്റിന്റെ സർഫസിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ പേരാണെന്ത്? എഡ്ഡി കറണ്ട്. അത് എഴുതി വെക്കണതിന് ഒരു മാർക്ക് കിട്ടും. അടുത്ത റൈറ്റ് എനി ടു അപ്ലിക്കേഷൻ ഓഫ് എബോവ് കറണ്ട്. എഡ്ഡി കറണ്ട് ഏതെങ്കിലും 2 അപ്ലിക്കേഷൻസ് പറയാം. ഞാൻ കുറേ അപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പവർ മീറ്ററിൽ ഉപയോഗിക്കാറുണ്ട്, ഇൻഡക്ഷൻ ഫർണസിൽ ഉപയോഗിക്കാറുണ്ട്, സ്പീഡോ മീറ്ററിലും ഉപയോഗിക്കാറുണ്ട്. എഡ്ഡി കറണ്ട് ഇപ്പോൾ സിലബസിൽ ഇല്ല അല്ലേ, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വേണ്ടി ഒഴിവാക്കിക്കോളൂ കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോഴേ അങ്ങോട്ട് വന്നേ ഉള്ളൂ. ഓക്കെ, എഡ്ഡി കറണ്ട് സിലബസിൽ നിന്ന് പോയല്ലോ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു കേട്ടോ. അടുത്ത്, derive the expression for self-indentance of a solenoid. Number of turns in a solenoid is doubled, keeping the length same. What happened to the self-indentance? അപ്പോൾ ഈ ഡെറിവേഷൻ ഓഫ് സെൽഫ് ഇൻഡൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. നെറ്റ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? ഐ എൻ ഫൈ ഈക്വൽ ടു എൽ ഐ. ലാസ്റ്റ് നമ്മൾ ഇ എം എഫിന് എന്ത് കൊടുക്കുക? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ എല്ലിൻ്റെ ഇക്വേഷൻ കിട്ടും μ0 n സ്ക്വയർ എ ബൈ എൽ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി എന്താ പറയുക? നമ്മൾ ലെങ്ത് സെയിം ആക്കി വെച്ചിട്ട് നമ്പർ ഓഫ് ടേൺസ് എന്നാക്കി മാറ്റി, ഡബിൾ ആയിട്ട് മാറ്റി അല്ലേ. അപ്പോൾ പുതിയ എൽ എന്തായിരിക്കും? എൽ ഡാഷ് ഈക്വൽ ടു μ0 2n സ്ക്വയർ എ ബൈ എൽ എന്ന് വരും. അപ്പോൾ എൽ ഡാഷ് ഈക്വൽ ടു ആരായിരിക്കും? 4l എന്ന് കിട്ടും. അപ്പോൾ ഇൻഡൻസ് എത്ര ടൈംസ് ആയിട്ട് മാറും? 4 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെറിവേഷനാണ്, സിമ്പിൾ ഡെറിവേഷനാണ്. നോട്ട് ഉണ്ടാവും, വൃത്തിയായിട്ട് പഠിക്കുക. ഡിഫൈൻ ക്യൂ ഫാക്ടർ, റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. ക്യൂ ഫാക്ടർ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ത്? ഈ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ആണോ? ക്യൂ ഫാക്ടറും ഡിലീറ്റർ ആണ്. അപ്പോൾ ക്യൂ ഫാക്ടറും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അതും വിട്ടു. A conducting wire XY of mass M and negligible resistance slides smoothly in a uniform magnetic field on a parallel conducting wire as in the figure. R is the resistance of circuit. Find current in XY. Write down the equation for acceleration of XY. Write the value of EMF induced across XY. ഇതിലുണ്ടാവുന്ന EMFന്റെ ഇക്വേഷൻ ആരാ? ബി എൽ ബി ഇല്ലേ. കറണ്ടിൻ്റെ ഇക്വേഷൻ ആരായിരിക്കും? ഇ ബൈ ആർ ഈക്വൽ ടു ബി എൽ ബി ബൈ ആർ എന്ന് വരും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആരാ? ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്നാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് കാര്യം കണ്ടിട്ട് കിട്ടുക. അപ്പോൾ അത് ഐ എൽ ബി സൈൻ 90 എന്ന് വരുമ്പോൾ എഫ് ഈക്വൽ ടു എന്ത് വരും? ഐ എൽ ബി എന്ന് വരും കേട്ടോ. എഫ് ആരാണ്? ഐ എൽ ബി എന്ന് വരും. അപ്പം നമുക്ക് ഐ എത്രയാണ്? ബി എൽ വി ബൈ ആർ ഇൻറ്റു എൽ ബി, അല്ലെങ്കിൽ ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആർ എന്ന് കിട്ടും ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ആരാ? എം എ ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആർ എന്ന് പറയുമ്പോൾ എൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ എന്തായിരിക്കും? എം ആർ. ഇതായിരിക്കും ആക്സിലറേഷൻ ഇക്വേഷൻ. So this is the equation of acceleration.
This is the equation of EMF and this is the equation of current. കേട്ടോ, നമ്മൾ എൻ സി ആർ ടെസ്റ്റിൽ ഉള്ള ഒരു ഡെറിവേഷൻ തന്നെയാണിത്. ഇ എം എഫ്, കറണ്ട്, ഫോഴ്സ്, ദെൻ ആക്സലറേഷൻ. മോഷണൽ ഇ എം എഫ് നിങ്ങൾക്ക് അറിയില്ലേ? Next, look at the circuit shown below. Name the circuit and write the equation of instantaneous value of EMF applied. Instantaneous value of EMF ന്റെ ഇക്വേഷൻ ആരാ? ഈ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലേ? V equal to Vm sin omega t. Draw the phase diagram when the alternating voltage is applied across circuit. Already നമ്മൾ ആ ഡയഗ്രാം മുമ്പ് വരച്ചിരുന്നു കേട്ടോ. Write the expression for impedance and phase difference between the voltage and current when XL greater than XC. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച ആ ഫിഗർ ഒന്നും കൂടി എടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വരച്ച നമ്മൾ ഇവിടെ XL മൈനസ് XC, ഇവിടെ R, ഇവിടെ Z, ഇവിടെ ഫൈ. അപ്പോൾ ടാൻ ഫൈൻ്റെ ഇക്വേഷൻ ആരായിരിക്കും? XL മൈനസ് XC ബൈ R. അപ്പോൾ ഫൈ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് XL മൈനസ് XC ബൈ R. ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് phase angle between voltage and current. ഫേസ് ഡയഗ്രം മുമ്പ് വരച്ചാണ് നമ്മൾ. ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാളും കൂടുതൽ എവിടെ ഉണ്ടാവും? ഔട്ട്പുട്ടിലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ N2 എന്തായിരിക്കും? N1നേക്കാളും കൂടുതലായിരിക്കും. Number of turns in the primary of transformer is 100 and voltage applied is 230 volt. What is the voltage induced when the secondary is the number of turns of secondary is 250? V2 by V1 equal to ആരാണ്? N2 by N1. So V2 ആണ് കാണേണ്ടത്. V2 by V1 എത്രയാണ്? 230. N2 എത്രയാണ്? 250. N1 എത്രയാണ്? 100. അല്ലേ? ഒരു 0 കട്ടായി പോയി കഴിഞ്ഞാൽ, ഒരു 0 കട്ടായി പോയാൽ V2ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 25 ഇൻറ്റു 23. സോൾവ് ചെയ്താൽ മതി കേട്ടോ. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് V2 ആണ് കാണേണ്ടത് കേട്ടോ. വാട്ട് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ? ഏതൊക്കെയാണ്? എഡ്ഡി കറണ്ട് ലോസ് ഉണ്ട്, ഫ്ലക്സ് ലോസ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്, ജൂൾ ലോസ് ഉണ്ട് കേട്ടോ. ആ 4 ലോസ് നിങ്ങൾക്ക് അറിയില്ലേ? ആ 4 എഴുതി വയ്ക്കുക. ഏതൊക്കെയാണ്? എഡ്ഡി കറണ്ട് ലോസ്, ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് കോപ്പർ ലോസ് അല്ലെങ്കിൽ ജൂൾ ലോസ്. അത് പേര് എഴുതിയാൽ മാത്രം മതി. ഇന്ന് MP സാർ ഉണ്ടോ? ഇന്നും എന്നും എല്ലായിടത്തും MP സാർ ഉണ്ടാവും കേട്ടോ. സീരീസ് LCR സർക്യൂട്ട്. ഓക്കെ, മോഷണൽ EMF. അപ്പോൾ എൻ്റെ ഈ 4 ചാപ്റ്റർ കഴിഞ്ഞു. ഞാനൊക്കെ എടുത്ത് നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, കറണ്ട് എടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ EMI AC എടുത്തു കേട്ടോ. ബാക്കിയുള്ള ചാപ്റ്ററുമായി നമ്മുടെ ഷഹീൽ ഹാദി ചോദിച്ച പോലെ MP സാർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. ഒരു ചെറിയ ക്ലാസ്സാണ്, പെട്ടെന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയുള്ള റിവിഷനുമായിട്ട് വന്നാണ്. ഓക്കെ, നമ്മുടെ വേഗ അല്ലെങ്കിൽ സീരിയസ് ക്ലാസ് ഒന്നുമല്ല, എൻട്രൻസ് ക്ലാസ്സുകളല്ല. ഇത് സ്കൂൾ ലെവലിലെ ഒരു ഡിസ്കഷനാണ്. കുറച്ച് ക്വസ്റ്റ്യനുകളുടെ ബാക്കിയുള്ള ചാപ്റ്ററുകളുടെ ഡിസ്കഷനുമായിട്ട് നമ്മുടെ MP സാർ ഉടൻ വരുന്നതായിരിക്കും.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് SKP വർക്കൗട്ട് ചെയ്തു. സോ മറ്റ് ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ SKP പറഞ്ഞിട്ടുണ്ടാവും 2022, 2019, 2018 ഒരു 3 വർഷത്തെ കേരളത്തിലെ മിഡ് ടേം എക്സാമിലും ഫൈനൽ എക്സാമിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് മിക്സ് ആക്കിയുള്ള ഒരു കളക്ഷനാണ് നമ്മൾ എടുത്തുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളെ ലൈവ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ നമ്മൾ SKP സാറ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC പോലുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസ്, മറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, പിന്നെ EM വേവ്സ്, റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. സോ വേവ് ഒപ്റ്റിക്സ് വരെ ഉണ്ടെന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഏതായാലും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വേവ് ഒപ്റ്റിക്സ് വരെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ്. നിങ്ങൾ നേരത്തെ ലൈവ് ക്ലാസ്സിൽ ഞാൻ കേട്ടു SKP സാർ പറയുന്നത് റേ ഒപ്റ്റിക്സ്. സോ മേ ബി ചില സ്കൂളുകളിൽ, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ വേവ് ഒപ്റ്റിക്സ് വരെ ചാപ്റ്റേഴ്സ് എടുത്തോ, വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് എടുത്തോ? മേ ബി അതുകൊണ്ട് ടീച്ചേഴ്സ് ചിലപ്പോൾ വേവ് ഒപ്റ്റിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അത് അവർ ചിലപ്പോൾ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് മാറ്റി തരുമായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ മാർക്കിൽ മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. സോ ഏതായാലും വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മിസ്സിനെ പറയുന്ന സ്കൂളിൽ വേവ് ഒപ്റ്റിക്സ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ ഏതായാലും വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും അതിന് അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. ഓക്കെ, എല്ലാവരും സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ട്, ഫൈൻ. സോ ഞാൻ ചാപ്റ്റേഴ്സിന്റെ ഒരു ഓർഡറിലൊന്നും ആയിട്ടല്ല ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അഥവാ നമുക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ 7:40 ആയിട്ടുണ്ട്. നമുക്കൊരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് 2 hour ലൈവ് ടോട്ടൽ, ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ, കറക്റ്റ്, പോളറൈസേഷൻ. ട്രാൻസ്വേഴ്സ് നേച്ചർ, പോളറൈസേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സിന് മാത്രമേ പോളറൈസേഷൻ ഉള്ളൂ. ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി സൗണ്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ സൗണ്ട് ലോഞ്ചിറ്റ്യൂണിലാണ്. സോ സൗണ്ടിനും ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ ഒക്കെ ഉണ്ട്. സോ അതൊരു 1 mark ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഈസ് 20 cm. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? കോൺകേവ് മിറർ ആണ്, ലെൻസ് അല്ല. മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നു കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു 20 cm. ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോക്കൽ ലെങ്ത് 10 cm. F is equal to R/2 which is 10 cm. വേണമെങ്കിൽ കോൺകേവ് മിറർ അല്ലേ, വേണമെങ്കിൽ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു -10 cm എന്നും പറയാം. എനിക്ക് തോന്നുന്നില്ല അതിന് വേണ്ടി ഒരു മാർക്ക് കുറയ്ക്കും എന്നുള്ളത്. സോ 10 cm ഇസ് ഫൈൻ. ഫോക്കൽ ലെങ്ത്തിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. നമുക്കത് പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ മാത്രമേ അതിന്റെ സൈൻ കൺവെൻഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടി ഉള്ളൂ. നൗ അത് റേ ഒപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആയിരുന്നു. യൂസിങ് ആംബിയർ സർക്യൂട്ട് ലോ ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. സോ ഒരു ഡെറിവേഷൻ ടൈപ്പ് പ്രോബ്ലം ആണ്. സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിയിങ് വയറിൽ ആംബിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ചത്. സോ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. അതിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന കറണ്ട് I, ഒരു R ഡിസ്റ്റൻസിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് നമ്മൾ ഉദ്ദേശം. സോ അപ്പോൾ അതിനുവേണ്ടി ആംബിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഒരു ആംബിയറിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ആംബിയർ സർക്യൂട്ടൽ ലോ പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഓക്കെ, സോ ഇതിൽ ഈ കാണുന്ന സർക്കുലർ, ഇപ്പോൾ കറണ്ട് ക്യാരിങ്, സ്ട്രൈറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എവിടെയും മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ ഫീൽഡ് ലൈൻസ് ആണ് ഉണ്ടാവുക. സോ എവിടെയും മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് DL, നമ്മൾ എടുക്കുന്ന DL പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ,
സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ തന്നെ നമ്മൾ എടുക്കുന്ന ഡി എൽ അത് രണ്ടും പാരലൽ ആവും. അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നുള്ളത് ബി ഡി എൽ മതി, μ0 I. കറണ്ട് എൻക്ലോസ്ഡ് ഈസ് I. Now ഇതിൽ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തു വെക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ വെക്ടർ സൈൻ വേണ്ട ഈസ് ഈക്വൽ ടു μ0 I. Now ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2πr ഈസ് ഈക്വൽ ടു μ0 I. So the magnetic field is equal to μ0 I by 2πr. Sorry, 2π small r. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ സ്ട്രൈറ്റ് ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിങ് വയർ. ഇതിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൂടാതെ ഈ കാണുന്ന കണ്ടക്ടർ ഇനി ഒരു തിക്ക് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും. തിക്ക് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഇതിനകത്ത് കൂടെ ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടതെങ്കിൽ ദാ ഈ കാണുന്ന ഒരു ആക്സിസ് ഒക്കെ കൊടുത്ത് അതിന്റെ ആക്സിസിന് നിന്ന് ആർ ഡിസ്റ്റൻസിൽ വരുന്ന കേസ് ആണ് എങ്കിൽ ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. നേരത്തെ സംഭവങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും. ബി ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ് എന്നുള്ള ടോട്ടൽ കറണ്ട് I by pi r square, current density into pi small r square. So B into 2πr is equal to μ0 I pi small r square divided by pi capital R square. Pi cut ചെയ്യാം, ഒരു r നമുക്ക് കട്ട് ചെയ്യാം. So you get B is equal to μ0 I r divided by 2πr square. So ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ, അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഉള്ളിലും പുറത്തും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ what you get is a graph like this. അകത്ത് ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫും ബി പ്രൊപ്പോർഷണൽ ടു ആറും, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബി പ്രൊപ്പോർഷണൽ ടു 1/r ആയിട്ടൊരു ഭാഗമാണ് വരിക. Now ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് രണ്ടും വേണോ അതല്ല ഒരു ജസ്റ്റ് ഒരു ആർ ഡിസ്റ്റൻസ് പുറത്തുള്ളത് മാത്രമാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അത് ക്വസ്റ്റ്യൻ എത്ര മാർക്കിന് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഒരു 3-4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് സിറ്റുവേഷൻസും മെൻഷൻ ചെയ്തൊരു ഗ്രാഫ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി അതല്ല അതൊരു 1-2 മാർക്കിന് മാത്രമാണ് ചോദിക്കുന്നെങ്കിൽ ഈ ഒരു സംഭവം മാത്രം, ഈ ഒരു വിഷയം മാത്രം എഴുതിയാൽ മതി. പറഞ്ഞു മനസ്സിലായല്ലേ? സോ ചോദിക്കുന്ന മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾ രണ്ട് കേസും ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്യണോ അതല്ല ജസ്റ്റ് ഔട്ട്സൈഡ് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ള എത്ര മാർക്കിന് ആ ചോദ്യം ചോദിക്കുന്നു എന്നതിനനുസരിച്ച് ചെയ്യാം. All right. അടുത്തത് ഗാൽവനോമീറ്റർ യൂസ്ഡ് ആസ് എ കറണ്ട് ഡിറ്റക്ടർ. ഗാൽവനോമീറ്ററിനെ കറണ്ട് ഡിറ്റക്ടർ ആയിട്ടാണ്. കറണ്ട് ഡിറ്റക്ടർ മാത്രമൊന്നുമില്ല, ഗാൽവനോമീറ്ററിന് ആക്ച്വലി കറണ്ട് മെഷർ ചെയ്യാനൊക്കെ പറ്റും, ചെറിയൊരു കറണ്ട് മാത്രം. ഏതായാലും നമ്മൾ ആ ഒരു ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. Now what is the voltage sensitivity of a galvanometer? Now ഒരു ഗാൽവനോമീറ്ററിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. C theta is equal to NIAB. അവിടെ നിന്ന് തീറ്റ is equal to NAB by C into I, theta proportional to I എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ കൂടുതൽ റൊട്ടേറ്റ് ചെയ്യും, കൂടുതൽ ആംഗിൾ വരും എന്നുള്ള രീതിയിൽ. ഇനി ഈ തീറ്റ ബൈ ഐ എന്ന് പറയുന്നതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി വിച്ച് ഈസ് NAB by C. നമുക്ക് വേണ്ടത് കറണ്ട് സെൻസിറ്റിവിറ്റി അല്ല, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അതിന് ചെയ്യേണ്ടത് തീറ്റ ഡിവൈഡഡ് ബൈ I into R is equal to NAB by CR. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വിച്ച് ഈസ് തീറ്റ ബൈ IR എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ V is equal to NAB by CR. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. So what is the voltage sensitivity of galvanometer? NAB by CR. Actually ഈ സ്റ്റെപ്സ് ഒന്നും വേണ്ട, ഫൈനൽ ആൻസർ മാത്രം. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ കാണിച്ചത്, ഇല്ലെങ്കിൽ ഫൈനൽ ആൻസർ മാത്രമേ വേണ്ടതുള്ളൂ. Now the voltage sensitivity of a galvanometer does not vary with increase in number of turns. Why? നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യില്ല എന്നാണ് ചോദ്യം. ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ഈ R എന്ന് പറയുന്നത് എന്താണ്? R എന്ന് പറയുന്നത് ഈ കാണുന്ന കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ ആസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. സോ ഒരു ടേൺ ഉള്ളത് 2 ടേൺ ആക്കിയാൽ റെസിസ്റ്റൻസ് R ഉള്ളത് 2R ആവും. സോ ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡസ് നോട്ട് വേരി വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ്. അതിന്റെ കാരണം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ന്യൂമറേറ്ററിൽ N താഴെ ഡിനോമിനേറ്ററിൽ R ഉള്ളതുകൊണ്ട് ആസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഓൾസോ ഇൻക്രീസസ്. അതാണ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Accelerated charges radiate electromagnetic wave. Maxwell's electromagnetism എന്ന് പറയുന്ന അല്ലെങ്കിൽ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന അവിടെ നിന്നുള്ളതാണ്. EM waves ചാപ്റ്റർ എന്നുള്ളതാണ്. റൈറ്റ് 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ 4 പ്രോപ്പർട്ടീസ്. അതിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്സേ ഉള്ളൂ.
ഇലക്ട്രിക് ഫീൽഡ് വേവും മാഗ്നറ്റിക് ഫീൽഡ് വേവും മ്യൂച്വലി പെർപെൻഡിക്കുലർ. രണ്ടാമത്തത് വെലോസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പീക്ക് വാല്യൂയുടെ റേഷ്യോ ആണ്. മൂന്നാമത്തത് വെലോസിറ്റി ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നാലാമത്തത് ഇലക്ട്രിക് ഫീൽഡ് വേവ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഇൻ ഫേസ്. ഇതൊക്കെ ആണ്. ഇനിയും നമുക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഒരു സ്പെക്ട്രം ഉണ്ട്, അതിൽ വിസിബിൾ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിന്റെ എനർജി ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ആക്സിലറേറ്റിംഗ് ചാർജസ് ആണ് EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ പറയാൻ പറ്റും. സോ ഒരു 4 എണ്ണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 4 എണ്ണം കൗണ്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റേ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് യൂസിങ് സൈൻ കൺവെൻഷൻസ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഈ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ഫോക്കസിലല്ല 2F-ലാണ്. സോ ഇത് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലെൻസ് കുറച്ചും കൂടെ വലിപ്പം വേണമായിരുന്നു, കുറച്ചും കൂടെ വലിപ്പമുള്ള ലെൻസാന്ന് വിചാരിച്ചോ. ഏതായാലും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോക്കസ് ഉണ്ടാവും, ഇത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ, ഒപ്റ്റിക് സെന്ററിലൂടെയാണ് വരുന്നതെങ്കിൽ ഡീവിയേഷൻസ് ഇല്ലാതെ കടന്നു പോകും. അങ്ങനെ കടന്നുപോയി അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് 2F-ൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഈസ് ഓൾസോ ഫോംഡ് അറ്റ് 2F. ഇത് ഫോക്കസ്. ഓക്കെ, സോ ഈ കാണുന്നതൊക്കെ ആക്ച്വലി ഹൈസ്കൂളിൽ പഠിച്ചു വെക്കുന്ന റേ ഡയഗ്രാം ആണ്. സോ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി എന്താ വേണ്ടത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് റേ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് U is equal to -2F ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് V is equal to, യൂസിങ് സൈൻ കൺവെൻഷൻ ആണ്, ഇമേജ് ഡിസ്റ്റൻസ് V is equal to +2F. ഇതാണ് സംഭവം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദ ടെലിസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്. ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത് ആംഗുലാർ മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. Calculate the magnifying power and the tube length of a telescope having an objective length of focal length 100 cm and eyepiece length of focal length 1 cm. ചോദിച്ചിട്ടുള്ളത് മാഗ്നിഫൈങ് പവർ ആൻഡ് ട്യൂബ് ലെങ്ത്. നൗ ഒപ്റ്റിക്സിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ടെലിസ്കോപ്പ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് മാഗ്നിഫൈങ് പവർ ഓഫ് എ ടെലിസ്കോപ്പ്. ഇറ്റ്സ് FO/FE. അതേപോലെ തന്നെ ട്യൂബ് ലെങ്ത് FO+FE. So magnifying power is equal to 100 divided by 1, which is the magnifying power is 100. And tube length is 100 plus 1, which is 101 centimeter. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിച്ചു വെക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലേ? Now, using Huygens principle, derive the law of refraction. എന്താണ് ഈ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഏതാ ലോ ഓഫ് റിഫ്രാക്ഷൻ? ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, N1 sin I is equal to N2 sin R, അഥവാ നമ്മൾ സ്നെൽസ് ലോ എന്ന് പറയുന്നതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? അതിനാദ്യം നല്ലൊരു നീറ്റ് ഫിഗർ വേണം. ഞാനിത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ അതുപോലെ കോപ്പി ചെയ്തിട്ടതാണ്. നല്ലൊരു നീറ്റ് ഫിഗർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, അത് വരയ്ക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഓർഡർ ഒക്കെ ഉണ്ട്. ബട്ട് ആക്ച്വലി ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർഡർ അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് N1, ഇത് N2. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഇങ്ങനെ, രണ്ടാമത്തെ ഇങ്ങനെയും വരയ്ക്കാം. പാരലലായിട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം ഇത് റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ എന്നുള്ളത് നമുക്ക് അറിയാലോ. എന്നാൽ പിന്നെ അതിനനുസരിച്ച് ഓൾറെഡി ബെൻഡിങ് അവേ ഫ്രം ദ നോർമലോ ടുവേർഡ്സ് ദ നോർമലോ ആവാട്ടോ. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളത് ടുവേർഡ്സ് ദ നോർമൽ വരുന്നതാണ്. അവേ ഫ്രം ദ നോർമൽ ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, നമുക്ക് വേണ്ടത് ടുവേർഡ്സ് ദ നോർമൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ചെരിച്ചിട്ട് വരയ്ക്കുക. എന്നാലേ ഓക്കെ, ഇതിങ്ങനെ വന്നതിന് ശേഷം ഇറ്റ്സ് ബെൻഡിങ് ടുവേർഡ്സ് നോർമൽ. സോ നമുക്ക് വേണ്ടത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഫിഗർ അങ്ങ് വരയ്ക്കുക. ശേഷം ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് വേവ് ഫ്രണ്ടായി, ഇവിടെ ആംഗിൾ 90 വരും. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതും വേവ് ഫ്രണ്ടായി, അവിടെയും ആംഗിൾ 90 വരും. നൗ ഈ കാണുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇത്ര നോക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ സ്യൂട്ടബിൾ ആയുള്ള ഒരു ഫിഗർ കൃത്യമായി വരച്ചു വെക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം. ഉണ്ടല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇവിടെ നോക്കിയാൽ കാണാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. സോ ഈ കാണുന്ന ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ സൈൻ ഐ, ഒരു ട്രയാങ്കിൾ, 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടാവും. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ സൈൻ ഐ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് V1 ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യസ് AC. സൈൻ R ചെയ്ത് കഴിഞ്ഞാൽ വൺസ് അഗെയിൻ ഇറ്റ്സ് V2 ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ AC. സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്താൽ V1 ബൈ V2. നൗ വെലോസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ V is equal to C by N. സോ V1 എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ is V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C by N1, C by N2 എന്ന് വെച്ചാൽ ദിസ് ഇസ് N2 by N1. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ N1 സൈൻ ഐ is equal to N2 സൈൻ ആർ. നൗ ഒരു പ്രത്യേക കാര്യം കൂടെ, ഓക്കെ, ഡെറിവേഷൻസിൽ എപ്പോഴും നമുക്കൊരു കൃത്യം സ്റ്റാർട്ടിങ്ങും വേണം, നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസറും നിങ്ങൾക്ക് അറിയണം. അതിൻ്റെ ഇടയിൽ 2 സ്റ്റെപ്പ് അത്രേ വേണ്ടതുള്ളൂ ആക്ച്വലി. ഓക്കെ, സോ ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ, കൂടെ 2 3 അപ്പോൾ കുറച്ച് ലെങ്തി സാധനമാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് വരെയൊക്കെ ആവാം, അല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് ആക്ച്വലി വേണ്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ മാത്രമേ വാല്യുവേഷനിൽ വെരിഫൈ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ കാണുന്നതിൽ സൈൻ ഐ സൈൻ ആർ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ഫൈനലി നമ്മുടെ ആൻസർ എന്ത് വരണം, സൈൻ ഐ ബൈ സൈൻ N1 സൈൻ ഐ N2 സൈൻ ആർക്ക് വരണം. അതിൻ്റെ ഇടയിൽ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, അല്ലെങ്കിൽ ഒരു 3rd സ്റ്റെപ്പ്, അത്രേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടുള്ളൂ. സോ ഏതായാലും നമ്മൾ അത് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, റൈറ്റ് 2 യൂസസ് ഓഫ് എക്സ്റേ ആൻഡ് മൈക്രോവേവ്. എക്സ്റേന്റെ ഉപയോഗങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ EM വേവ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഓരോന്നിനും പ്രത്യേകം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്റേ is produced by bombarding high energy electrons onto heavy metal atoms, and അതിന്റെ ഫങ്ഷൻസ് മെഡിക്കൽ ഇമേജിങ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൈയൊക്കെ പൊട്ടി കാലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ എടുക്കുന്ന എക്സ്റേ. മെഡിക്കൽ ഇമേജിങ് അല്ലെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ ഇമേജിങ്ങിന് യൂസ് ചെയ്യും. അത് എക്സ്റേ ആയാലും CT സ്കാൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് എക്സ്റേസ് തന്നെയാണ്. MRI ഒരിക്കലും എന്തല്ല, എക്സ്റേസ് അല്ല, ദാറ്റ്സ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. നൗ പിന്നെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കാവുന്ന കാര്യം, എക്സ്റേ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നു എന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എക്സ്റേ കരിയിച്ച് കളയാൻ കാരണം ഹൈ എനർജി റേഡിയേഷൻ ആണ്, ടിഷ്യൂസിനെ കരിയിച്ച് കളയാൻ അത് ഉപയോഗിക്കാം. മൂന്നാമത്തെ ആൻസർ, ഇനി വേണമെങ്കിൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ക്രിസ്റ്റലോഗ്രഫി എന്ന് വെച്ചാൽ ക്രിസ്റ്റൽസിൽ ആറ്റംസിന്റെ ഒക്കെ സൈസ് എത്ര, മോളിക്യൂൾസിന്റെ സൈസ് എത്ര, പൊസിഷൻ എത്ര, ഷേപ്പ് എങ്ങനെ എന്നൊക്കെ ഉള്ളത് എക്സ്റേസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യുക. മൈക്രോവേവ് മറ്റൊന്നുമല്ല, റഡാർ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് രണ്ടാമതായിട്ട് എഴുതാവുന്നത് മൈക്രോവേവ് ഓവൻ. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. നൗ EM വേവ്സ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്നുള്ള ചോദ്യത്തിന് ഇറ്റ് ഈസ് ദ കറണ്ട് ഡ്യൂ ടു, ദ കറക്റ്റ് ആൻസർ ഈസ് NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇറ്റ്സ് എ കറണ്ട് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന കറണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനിൽ അതിന്റെ ഇക്വേഷൻ ചോദിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഈ നമ്മൾ എഴുതിയ സെന്റൻസിൽ എന്തെങ്കിലും ഒരു അപാകതയൊക്കെ സാർക്ക് തോന്നുകയാണെങ്കിൽ അത് ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷനും കൂടെ അങ്ങ് എഴുതി കൊടുക്കുക. d/dt ഓഫ് φe, ε0 d/dt ഓഫ് φe. സോ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആൻസറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്യൂ ഒക്കെ തോന്നുകയാണെങ്കിൽ, ഞാൻ ചെയ്ത് അത്ര കറക്റ്റ് ആയിട്ടില്ല, ചെറിയൊരു ഒരു ഭാഗം കൂടെ വേണമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് മുഴുവൻ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു അഡീഷണൽ സാധനം, ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന് ചോദിച്ചില്ല, ഇക്വേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ഇക്വേഷൻ ചോദിച്ചില്ല, പക്ഷേ ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അത്ര ഒന്ന് പെർഫെക്റ്റ് അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ അതിന്റെ ഇക്വേഷനും കൂടെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷനിൽ ഫൈനലി ഒരു ഗ്രാഫ് ഒക്കെ വരച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റെവിടെയെങ്കിലും ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് വാല്യുവേഷനിൽ പരിഗണിക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അഡീഷണൽ സംഭവം ഉള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. Now, അതിന്റെ രണ്ടാമത്തെ പാർട്ട്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇത് തന്നിരിക്കുന്നത്, വലിയൊരു ഇക്വേഷൻ ആണ്. വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്? നൗ മാഗ്നറ്റിക് ഫീൽഡ് ആവട്ടെ ഇലക്ട്രിക് ഫീൽഡ് ആവട്ടെ, ഇത് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സിലാണ്. സോ Bxt ഈസ് ഈക്വൽ ടു B0 സൈൻ
സൈനിലാണ് തന്നിട്ടുള്ളത് കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നാണ് ഉണ്ടാവുക. സോ ഈ കാണുന്നതാണ് 0.5 ഇൻറ്റു ഒരു ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഈ കിടക്കുന്നത് ഇൻറ്റും ഈ കിടക്കുന്നത് എക്സും ആണ്. ഒന്ന് എക്സ് ആവുള്ളൂ, രണ്ടും കൂടെ എക്സ് ആവില്ല. ഓക്കെ, പിന്നെ ഇതാണ് ഒമേഗ, കണ്ടില്ലേ ഇവിടെ ഒരു എക്സ് വീണ്ടും വന്ന് കണ്ടില്ലേ. സോ ഇതാണ് ഒമേഗ. സോ കെ ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻³ ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻11. ഓക്കെ, സോ ഏതായാലും നമുക്ക് വേണ്ടത് എന്താണ്? വേവ് ലെങ്ത് വേണം, ഫ്രീക്വൻസി വേണം. 2π/λ ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻³ ഈ കാണുന്ന 0.5ഉം so lambda is equal to 2π divided by 0.5 into 10⁻³ which means 0.5 in 2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4π into 10⁻³ lambda is equal to 4π millimeter. ഇനി ഫ്രീക്വൻസി വേണമെങ്കിൽ 2πf അതാണ് ഒമേഗ is equal to 1.5 into 10⁻11. So f is equal to 1.5 into 10⁻11 divided by 6.28. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അത്രയും ഹെഡ്സ് ആണ് ഫ്രീക്വൻസി ആയിട്ട് വരിക. സോ 15 എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 15/6 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അറൌണ്ട് 2.5 into 10⁻10 ഹെഡ്സ് എന്ന് കിട്ടും അപ്രോക്സിമേറ്റ്ലി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ബോർഡ് എക്സാമിലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് പയ്യൻ്റെ വാല്യൂ ഒക്കെ കടിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആൻസർ ഒക്കെ കണ്ട് എഴുതി വെക്കാം. ഓക്കെ, സോ ഏതായാലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് ഇതാ ഇവിടെ ഈ കാണുന്ന സാധനം 2 × 10⁻7 അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാം. E0/B0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗ്ഗം ഉള്ളത് ω/k ചെയ്താൽ മതി. ഓക്കെ, സോ E0 നമുക്ക് അറിയില്ലെങ്കിൽ ഇറ്റ്സ് B0 × ω/k. B0 എന്ന് പറയുന്നത് ക്വസ്റ്റനിലുള്ളതല്ല, 2 × 10⁻7 മാഗ്നറ്റിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ, ഒമേഗ 1.5 × 10⁻11, k എന്ന് പറയുന്നത് 0.5 × 10⁻3. So this is 2 × 10⁻7 into 3 × 10⁻8. So this is 6 × 10⁻1 അഥവാ 60 വോൾട്ട്/മീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ. ഓക്കെ, സോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ E0ന്റെ പീക്ക് വാല്യൂ ചോദിച്ചിട്ടില്ല, പക്ഷേ മറ്റൊരു ഇപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബാർ magnet and a solenoid produce similar magnetic field. Correct. ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരു ടോപ്പിക് ആണ്. സോളിനോയിഡിന്റെയും ബാർ മാഗ്നറ്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്ട് സെയിം ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആണ്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P at a distance r from the center of a solenoid. സോളിനോയിഡിന്റെ സെന്ററിന് r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ പാർട്ട്, വാട്ട്സ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ അബവ് ഫീൽഡ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. നൗ ഇതൊരു കുറച്ച് ലെങ്തി ആൻഡ് കുറച്ചൊരു പ്രയാസമുള്ളൊരു ഡെറിവേഷൻ ആണ്. സോ ഞാനത് NCERT-ലുള്ള സംഭവം അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ അതിൽ ഇങ്ങനെ ഒരു സോളിനോയിഡ് ഉണ്ട്. ആ കാണുന്ന സോളിനോയിഡ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n ആണ്. ഓക്കെ, നൗ ഈ കാണുന്നതിൻ്റെ ലെങ്ത് ഇങ്ങോട്ട് L ഇങ്ങോട്ട് L. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസിൽ ഉള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. സോ മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിൽ ഒരു ചെറിയ തിക്നെസ് കൺസിഡർ ചെയ്യാം. ഇൻ്റഗ്രേഷൻ വേണ്ടി വരും. ഇതിൽ നിന്നൊരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു Δx തിക്നെസ് കൺസിഡർ ചെയ്യുക. ആ Δx തിക്നെസ്സിൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ, ആ ചെറിയ തിക്നെസ്സിലെ നമ്പർ ഓഫ് ടേൺസ് Δn എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് n × Δx. അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ΔB. അത് കാരണം നമ്മൾ ഈ പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഫീൽഡ്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് വിൽ ബി r - x. സോ ആ ഫീൽഡ് കണ്ടുപിടിക്കാൻ Δn × അത്രയും ടേംസ് ഉണ്ട്, μ0I ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. സോറി, μ0I ഇതിൻ്റെ റേഡിയസ്, μ0I ഇതിൻ്റെ റേഡിയസ് a എന്ന് എടുക്കാം. μ0I² ഡിവൈഡഡ് ബൈ 2 × r² പ്ലസ് r - x the whole square
plus a square whole raised to 3/2. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു സിംഗിൾ കോയിലിന്റെ ഒരു സിംഗിൾ സർക്കുലാർ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനത്തെ എത്ര ടേൺസ് ഉണ്ട്? ഡെൽറ്റ എൻ ടേൺസ് ഉണ്ട്. സോ μ0 I a square divided by 2 into r minus x whole square plus a square whole raised to 3/2. അതാണ് ഈ കിടക്കുന്ന സാധനം. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ n ഉണ്ട്, ഡെൽറ്റ എക്സ് എന്നുള്ളത് ഞാൻ ഡെൽറ്റ എക്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഫൈൻ, ഇതാണ് സംഭവം. ഇനി നമ്മളെടുത്ത് പറയുന്നത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. ഈ കാണുന്ന സംഭവം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. b is equal to ഇന്റഗ്രൽ μ0 ഡെൽറ്റ എന്നുള്ളത് n ഡെൽറ്റ എക്സ് n dx I a സ്ക്വയർ താഴെ 2 r സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ sorry r square minus x square അല്ല r minus x r minus x the whole square plus a square whole raised to 3/2 x varying from minus l to l. Now ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ആ ഇന്റഗ്രേഷൻ ഈവൻ NCERT ടെക്സ്റ്റ് ബുക്ക് പോലും പറയുന്നുണ്ട് നോട്ട് നെസസറി, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് എഴുതി വെച്ച സംഭവത്തിനെ നേരെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. അത് പഠിച്ചു വെക്കുക. ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന r minus x the whole square plus a square whole raised to 3/2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി r ക്യൂബ് ആണ്. സോ അതോടുകൂടി b is equal to minus l to l μ0 n dx I a square divided by 2r cube എന്നുള്ളതിൽ dx മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാനും dx മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ you get 2l. സോ μ0 n I a square divided by 2r cube into 2l എന്ന് കിട്ടും. ഓക്കെ, സോ ആ ആൻസറിലേക്കാണ് നമ്മൾ ഇവിടെ എത്തുക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ സംഭവത്തിനെ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ഇൻറ്റു I a എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം μ0 നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n ഇൻറ്റു എൽ ഐ എ എന്ന് പറഞ്ഞാൽ പൈ എ സ്ക്വയർ. സോ അവിടെ ഒരു പൈ നമുക്ക് മുകളിൽ കുറവുണ്ട്. അതെ, ഇത്രയും ടേംസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. n ഉണ്ട്, ഒരു എൽ ഇതാ നമുക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഐ ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്. ഒരു പൈയുടെ കുറവും കൂടെ മാത്രമേ ഉള്ളൂ. സോ പൈ നമ്മൾ മുകളിലും താഴെയും കൊടുക്കുന്നു. സോ മുകളിലും താഴെയും വെറും പൈ മാത്രമല്ല, നമ്മളൊരു 2 പൈ തന്നെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് പൈ എന്ന് മാത്രം കൊടുത്താലും മതി. സോ പൈ n I a സ്ക്വയർ l. ഓക്കെ, താഴെ ഒരു പൈ വരും, 2r ക്യൂബ്, മുകളിലും ഒരു 2 ഉണ്ട്. ഈ കിടക്കുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. സോറി, ഈ കാണുന്ന നമ്പർ ഓഫ് ടേൺസ്, ഈ പറയുന്ന ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് 2l ആണ് വേണ്ടത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ 2l തന്നെ മൊത്തത്തിൽ എടുക്കാം. സോ ബാക്കി ഈ 2 ഉണ്ടാവില്ല. സോ ഇനി മുകളിലും താഴെയും ഒരു 2 നമ്മൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് b is equal to you get b is equal to μ0 by 2 പൈ എന്ന് പറഞ്ഞാൽ 4 പൈ, പിന്നെ മുകളിൽ ഒരു 2 ഇൻറ്റു മാഗ്നറ്റിക് മൊമെന്റ് m ബൈ r ക്യൂബ്. ഈ ഒരു ഫോർമുലയിലേക്ക് എത്തും. ഈ ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഈ കാണുന്ന ഫോർമുല ആണ് ഒരു ഡൈപോളിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ, വാട്ട് ഇസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ എബോവ് ഫീൽഡ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. സോ ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിസിലുള്ള ഫീൽഡിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ 1/4 പൈ എപ്സിലോൺ 0 2p by r ക്യൂബ്. ഈ കാണുന്ന ഇക്വേഷനുമായിട്ട് എക്സാക്ട്ലി സിമിലർ ആണ്. 1/4 പൈ എപ്സിലോൺ 0 μ0 by 4 പൈന്റെ സ്ഥാനത്ത് 1/4 പൈ എപ്സിലോൺ 0. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് പകരം r ക്യൂബ് അങ്ങനെ തന്നെ ഉണ്ട്, 2 അങ്ങനെ തന്നെ ഉണ്ട്. സോ എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഇക്വേഷനിലേക്കാണ് എത്തുക. സോ ഈ ഒരു ഡെറിവേഷൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ ഒരു വർഷം അത് ചോദിച്ചിട്ടുണ്ട്. മേ ബി അത് പിന്നെയും ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇന്റഗ്രേഷൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്, ഇന്റഗ്രേറ്റ് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നില്ല, ഈ കാണുന്ന സാധനം അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് മാഗ്നറ്റ്സ് ആൻഡ് മാറ്റർ ചാപ്റ്ററിലെ കുറച്ചൊരു ബുദ്ധിമുട്ടായ ഡെറിവേഷൻ ആണ് ആക്ച്വലി അത്.
അടുത്തത്, ബൈ ഡ്രോയിങ് ദ പാത്ത് ഓഫ് എ റേ ത്രൂ എ പ്രിസം ഡിറൈവ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. ഈ കാണുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. സോ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണിത്. സോ അതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ നമുക്ക് പറയാം. ട്രയാങ്കിൾ QNR എന്നതിൽ R1 പ്ലസ് ആംഗിൾ QNR പ്ലസ് R2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഒന്ന്. രണ്ടാമത്തത് ട്രയാങ്കിൾ അല്ല ക്വാഡ്രിലാറ്ററൽ AQNR എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ആംഗിൾ A, പ്രിസത്തിന്റെ ആംഗിൾ A പ്ലസ് 90 ഡിഗ്രി, കാരണം ഇത് നോർമൽ ആണ്, 90 ഡിഗ്രി പ്ലസ് ആംഗിൾ QNR പ്ലസ് 90 ഡിഗ്രി, ഇത് നോർമൽ ആണ്, ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടുന്ന് 180 അല്ല, സോറി, ക്വാഡ്രിലാറ്ററൽ 360. ഇവിടുന്ന് ഈ രണ്ട് 90 അപ്പുറം എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് QNR, ആംഗിൾ QNR ഈസ് ഈക്വൽ ടു 180 കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ QNR-ഉം 180-യും രണ്ട് സ്ഥലത്തും ഉണ്ട്. അപ്പൊ പിന്നെ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് R1 R2 A. So you get R1 plus R2 is equal to A. That's 1. Now deviation formula, first step I minus R1-ഉം second step E minus R2-ഉം deviation ഉണ്ടാവും, which is I plus E minus R1 plus R2 minus R1 plus R2. ഈ R1 plus R2 എന്ന് പറഞ്ഞാൽ A ആണ്. സോ I plus E minus A. Now ഇതാണ് ഡീവിയേഷൻ. ഈ കാണുന്ന ഡീവിയേഷൻ വേഴ്സസ് ഇൻസിഡന്റ് ആംഗിളിന്റെ ഗ്രാഫ് വരച്ച് എങ്ങനെയാണ് കിട്ടുക? അതിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആണ് ഡീവിയേഷൻ മിനിമം വരുന്നത്. ആ സമയത്ത് ഐയും ഇയും ഈക്വൽ ആവും. സോ അറ്റ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഡി മിനിമം, ഐ ഈസ് ഈക്വൽ ടു ഇ. ദാറ്റ് മീൻ ഡി മിനിമം ഈസ് ഈക്വൽ ടു 2i minus a, or I is equal to a plus d minimum divided by 2, and r is also equal to a by 2. ഇവിടുന്ന് n is equal to sin I by sin r എന്ന് കൊടുത്താൽ you get sin a plus dm by 2 divided by sin a by 2. ഓക്കെ, സോ ഇതും വൺസ് അഗെയിൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ വൺസ് അഗെയിൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ കാണുന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണം, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്പുകൾ ഈ കാണുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഡീവിയേഷന്റെ ഈ ഇക്വേഷൻ എവിടെയെങ്കിലും വരണം. പിന്നെ അറ്റ് മിനിമം ഡീവിയേഷൻ ഇത്രയും സാധനങ്ങൾ മതി. ആക്ച്വലി ഡീവിയേഷന്റെ ഫോർമുല R1 plus R2 is equal to A എന്ന് പറയുന്ന ഫോർമുല. അത് കഴിഞ്ഞാൽ ഐയും ആറും കിട്ടും. അവിടെ നമുക്ക് sin A by sin R എടുത്ത റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഠിക്കാൻ, അതായത് നിങ്ങൾക്ക് ഡെറിവേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത്രയും സ്റ്റെപ്പുകൾ, ഈ സാധനം വേണം, R1 plus R2 A വേണം. അതുപോലെ തന്നെ I plus E minus A ആണ് ഡീവിയേഷൻ എന്ന ഫോർമുല വേണം. പിന്നെ മിനിമം ഡീവിയേഷനിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു വേണം. ഇത്രയും ഉണ്ടായാൽ തന്നെ ആൻസറിലേക്ക് എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് ടു സോഴ്സസ് ടു പ്രൊഡ്യൂസ് ഗുഡ് ഇന്റർഫറൻസ് പാറ്റേൺ. അതിനെയാണ് കൊഹറന്റ് സോഴ്സസ് എന്ന് വിളിക്കുക. കൊഹറന്റ് സോഴ്സസിന്റെ പ്രത്യേകത, ഫോർ കൊഹിറൻസ് path difference must be independent of time. Draw Young's arrangement to produce interference pattern. Interference pattern produce ചെയ്യാൻ യങ്സിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം സിംഗിൾ സ്ലിറ്റ്, ഇവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് വരും, പിന്നെ ഡബിൾ സ്ലിറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വരും ലൈറ്റ് സ്ക്രീന്, ഈ കാണുന്ന ഇവിടുന്ന് വേവ് ഫ്രണ്ട് വരും, ഇത് രണ്ടും കൂടെ സൂപ്പർ പോസ് ചെയ്യും. ഇതാണ് യങ്സിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, ഡിറൈവ് an expression for the fringe width of interference pattern formed on the screen. ഫ്രിഞ്ച് വിഡ്ത്ത് ഡിറൈവ് ചെയ്യാൻ, ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് S1 S2 നിന്ന് നമുക്ക് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് S2p മൈനസ് S1p. S2p മൈനസ് S1p. അതിൽ S2p സ്ക്വയർ എന്ന് പറഞ്ഞാൽ d സ്ക്വയർ പ്ലസ് y പ്ലസ് d ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് S1p സ്ക്വയർ എന്ന് പറഞ്ഞാൽ d സ്ക്വയർ പ്ലസ് y മൈനസ് d ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടുന്ന് S2p മൈനസ് S1p എന്നത് നമുക്ക് y സ്മോൾ d ബൈ ക്യാപിറ്റൽ d എന്ന് കിട്ടും. അതായത് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു y d ബൈ ക്യാപിറ്റൽ d. ഫൈൻ. ഇനി വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം? What's the condition for maximum? For maximum intensity,
കണ്ടീഷൻ ഈസ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ. അതായത് വൈ ഡി ബൈ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു എൻ ലാംഡ, വൈ ഈസ് ഈക്വൽ ടു എൻ ഡി ലാംഡ ബൈ ഡി. ഇവിടെ നിന്ന് ഫസ്റ്റ് മാക്സിമം അല്ലെങ്കിൽ എൻ ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള മാക്സിമം n ഈക്വൽ ടു 0 y ഈക്വൽ ടു 0, n ഈക്വൽ ടു 1 y ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, ഒരു മാക്സിമം തൊട്ടടുത്ത മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി. ഈ കാണുന്ന സംഭവമാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കണം. YDSCയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, മേ ബി പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസിന്റെ തൊട്ട് മുന്നുള്ള ഈ സ്റ്റെപ്പുകളും നിങ്ങൾ ചെയ്തോളാം. ഓക്കെ, moving on to the next one. Derive the relation for refraction at a spherical surface. Once again derivation ആണ് spherical surface refraction formula. From the above expression derive lens makers formula. ഇത് വെച്ച് lens makers formula ഉണ്ടാക്കണം. Okay, so refraction at a spherical surface ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗർ ആണിത്. ഇവിടെ നിങ്ങൾ 3 ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ. ഈ കാണുന്നതിൽ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫയാണ്, ഓപ്പോസിറ്റ് സൈഡ് mn divided by mo. ബീറ്റ എന്ന് പറയുമ്പോൾ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് ടാൻ ആൽഫ എന്ന് എടുക്കാം കേട്ടോ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു mn ഡിവൈഡഡ് ബൈ mc, സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ളത്. ഗാമ ഈസ് ഈക്വൽ ടു mn ഡിവൈഡഡ് ബൈ അടുത്തത് mi. പിന്നെ വേണ്ടത് 2 ട്രയാങ്കിൾസ് ഉപയോഗിക്കുക. ആ ട്രയാങ്കിൾ ONC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ONC. ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൽഫയും ബീറ്റ അതിനകത്തുള്ള ആംഗിളും ഐ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളുമാണ്. സോ അവിടെ നിന്ന് ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്നും, അതുപോലെ മറ്റൊരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ, ഈ കാണുന്ന ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബീറ്റ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, ആറും ഗാമയും ഇന്റീരിയർ ആംഗിൾ. കണ്ടില്ല, ബീറ്റ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ അവിടെ നിന്ന് ട്രയാങ്കിൾ ഏതാണ്, NCI. അവിടെ നിന്ന് ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ ഓർ ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അത് നമ്മൾ സ്നെൽസ് ലോയിൽ അപ്ലൈ ചെയ്യുക. N1 sin I ഈസ് ഈക്വൽ ടു N2 sin R. ഓർ ചെറിയ ആംഗിൾസ് ആകുമ്പോൾ N1I ഈസ് ഈക്വൽ ടു N2R, അഥവാ N1 ഇൻറ്റു I എന്നുള്ളതിന് ആൽഫ പ്ലസ് ബീറ്റ എന്നും N2 ഇൻറ്റു R എന്നുള്ളതിന് ബീറ്റ മൈനസ് ഗാമ എന്നും കൊടുക്കാം. നൗ ആൽഫയും ബീറ്റയും ഗാമ ഒക്കെ നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. സോ N1 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് MN ബൈ MO പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് MN ബൈ MC ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു ഗാമ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ബീറ്റ മൈനസ് ഗാമ, MN ബൈ MC മൈനസ് MN ബൈ ഗാമ എന്ന് പറയുമ്പോൾ MI, ഇമേജുള്ള ഡിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും MN കട്ട് ചെയ്യാം. പിന്നെ N1 ബൈ MO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U, അത് സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് ആണ്. പ്ലസ് N1 ബൈ MC എന്ന് പറഞ്ഞാൽ 6, സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോസിറ്റീവ് ആണ്. N2 ബൈ 6 മൈനസ് N1 ബൈ V. സോ ഈ കാണുന്ന ഈ ടേം ലെഫ്റ്റിലേക്കും ഈ ടേം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി N1 ബൈ V മൈനസ് N1 ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R. ഇതാണ് ഡെറിവേഷൻ. ഓക്കെ, സോ വൺസ് അഗെയിൻ കുറച്ച് ലെങ്തി ഡെറിവേഷൻ ആണ്. ഇനി ഇത് നിങ്ങൾ രണ്ട് പ്രാവശ്യം ലെൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇത് 2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് 1/f ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അത് 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. സോ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെറിവേഷൻ ആണ്, അഡീഷണൽ പേജ് ഇല്ല. സോ ഡിറൈവ് ചെയ്ത് കാണിക്കാൻ ആൻഡ് ടൈം നമുക്ക് വൈകുകയാണ്. അപ്പം നമ്മൾ ചെയ്തത് മാഗ്നറ്റ്സ് ആൻഡ് മാറ്ററിൽ വലിയൊരു ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ് ഇതിൽ ആംബിയർ സർക്യൂട്ടല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ റേ ഒപ്റ്റിക്സിൽ ഈ പറയുന്ന റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് അല്ലെങ്കിൽ ലെൻസ് ഫോർമുല, മിറർ ഫോർമുല പോലെ. ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്, അല്ലെങ്കിൽ മിറർ ഫോർമുല 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഇങ്ങനത്തെ ഡെറിവേഷൻസ്, അതുപോലെ
ഒപ്റ്റിക്സിൽ മറ്റൊരു ഡെറിവേഷൻ ആണ് പ്രിസം. അടുത്ത ടോപ്പിക്, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത് tangent of Brewster's angle is the refractive index of the second medium with respect to first. Okay, അല്ലെങ്കിൽ the when the light is incident at Brewster's angle, എന്ത് സംഭവിക്കും? The refracted ray and reflected ray are mutually perpendicular and the reflected light is completely polarized. Using Brewster's law, prove that the refracted ray and reflected ray are mutually perpendicular to each other. അതായത് ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ IR, ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്ക് I+R is equal to 90 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് N1 N2 N1 sin I is equal to N2 sin 90 minus I. ഇവിടെ നിന്നാണ് നമുക്ക് sin I by cos I is equal to N2 by N1 എന്നും tan I is equal to N21 എന്നും കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോന്റെ ഡെറിവേഷൻ. അവിടെ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. Now what is Brewster's angle when light enters from air to glass? Refractive index of glass is, so Brewster's angle എന്താണെന്ന് ചോദിക്കുന്നു, വളരെ സിമ്പിൾ ആണ്. tan IB is equal to air to glass അല്ലേ, 1.5 divided by 1. That means the Brewster's angle is equal to tan inverse 1.5. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് വിൽ ബി അറൗണ്ട് 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45ന്റെ മുകളിൽ ഒരു 4/3, ഒരു 53 ഡിഗ്രിക്ക് 4/3 1.33 ആണ്. സോ 56 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ വരും അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓൺ മൂവിംഗ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ്. ഈ കാണുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to Q into V cross B ആണ്. That means F is always perpendicular to V. That means പവറിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ നിങ്ങൾ? പവറിന്റെ ഇക്വേഷൻ P is equal to F dot V. Power is always 0. That means the work done is always 0. Magnetic Lorentz force മൂവിംഗ് ചാർജിൽ ചെയ്യുന്ന വർക്ക് it's always 0. അടുത്ത ക്വസ്റ്റ്യൻ. The net magnetic flux through any closed surface is 0. This law is called closed integral B dot ds. പറടാ, closed integral B dot ds is 0. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോസസ് ലോ. എവിടത്തെ ഗോസസ് ലോ? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇറ്റ്സ് എ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡു യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു എൻ അമ്മീറ്റർ? ഐ തിങ്ക് എസ്കെപിയുടെ ഡിസ്കഷനിൽ ഈ ഒരു ടോപ്പിക് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയാണോ? ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആക്കാൻ നമ്മൾ ഷണ്ട് ഉപയോഗിക്കും. ഇത് IG, ഇവിടെ I മൈനസ് IG, ഇത് S, ഇത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. ഇവിടെ IG ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് I മൈനസ് IG ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു IG ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ I മൈനസ് IG. വി ആർ കണക്ടിങ് എ സ്മോൾ പാരലൽ റെസിസ്റ്റർ, അതിനാണ് ഷണ്ട് എന്ന് വിളിക്കുക. അങ്ങനെയാണ് ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ കറണ്ട് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഗിവ് ഇറ്റ്സ് ഇക്വേഷൻ അടക്കം ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എപ്സിലോൺ 0 d/dt ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് d∅/dt. Question number 20. List any 3 properties of dia, para and ferromagnetic materials. So dia, para and ferro. ഓക്കെ, ഇതിന്റെ എനി 3 പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും 3 പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് റിപ്പൽഡ്, വീക്ക് അട്രാക്ഷൻ. പാരക്ക് വീക്ക് അട്രാക്ഷൻ ആണ്, ഡയക്ക് വീക്ക് റിപ്പൽഷൻ ആണ്. ഫെറോ സ്ട്രോങ് അട്രാക്ഷൻ ആണ്. സ്ട്രോങ് അട്രാക്ഷൻ ആണ്. നൗ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത് chi is less than 0, chi is greater than 0, chi is very very greater than 1. അതുകൊണ്ട് തന്നെ mu r is less than 1. ഇവിടെ mu r is slightly positive, is slightly greater than 1 and ഇവിടെ mu r is very very greater than 1. ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പാരയില് ക്യൂറീസ് ലോ
പാരയിലും ഫെറോയിലും പറയാൻ പറ്റുന്ന കാര്യമാണ്. സോ യെസ്, ഇത്രയും കാര്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ടോപ്പിക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. A circular coil of wire consisting of 100 turns, each of radius 8 cm, carries a current 0.4 ampere. What is the magnitude of magnetic field at the center of the coil? So, coilന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B is equal to mu 0 I by 2R. ഒരു ടേൺ ആണെങ്കിൽ അങ്ങനത്തെ 100 ടേൺസ് അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ B is equal to 100 into mu 0 എന്ന് പറഞ്ഞാൽ 4 pi into 10 raised to minus 7. I എന്ന് പറയുന്നത് 0.4 ampere divided by 2 into radius 8 into 10 raised to minus 3. Okay. So this is 4 into 0.4 is 1.6 into 10 raised to minus 5. ഒരു പൈ അവിടെ മുകളിലുണ്ട്. താഴെ 2 into 8 16 into 10 raised to minus 3. 1.6 by 16 എന്ന് പറഞ്ഞാൽ 10 raised to minus 1. So this is actually 10 raised to minus 3 pi. Pi into 10 raised to minus 3 or pi millitesla. Pi millitesla. The right answer is pi millitesla. Moving on to the next question. Moving charges and magnets. Biot-Savart law gives the magnetic field produced by electric current. Biot-Savart law പറയുന്നത് magnetic field produced by electric current, dB is proportional to I dl sin theta divided by r square. dB is equal to mu by 4 pi or mu 0 by 4 pi I dl sin theta by r square. So state Biot-Savart, so explain the symbols used. State ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ the magnetic field due to a current carrying element is directly proportional to the current and the elemental length, proportional to I, elemental length dl, proportional to sin theta, and inversely proportional to the square of the distance between അല്ലെങ്കിൽ distance from the current element to the point. Okay. ഇനി അതിന്റെ എക്സ്പ്ലെയിൻ ദ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ I കറണ്ട് ആണ്, DL elemental length ആണ്, തീറ്റ അതുണ്ടാക്കുന്ന ആറും DL തമ്മിലുള്ള ആംഗിൾ ആണ്, and R is the distance from the elemental length to the point where we are finding the magnetic field. Now, using Biot-Savart law, find the magnetic field into a circuit coil with the current on its axial line. Yeah, Biot-Savart law statement ഞാൻ NCERT textbook എന്നുള്ള സ്നിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. So, according to Biot-Savart law, the magnitude of the magnetic field dB is proportional to the current, elemental length, inversely proportional to the square of the distance r. Okay, actually അവിടെ sin theta കൂടെ ഉണ്ട്, that's fine. So, ഈ കാണുന്ന സർക്കുലാർ കറണ്ട് ക്യാരിങ് ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഡിറൈവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. സോ അവിടെ നമ്മൾ ചെറിയൊരു ലെങ്ത് DL എടുത്തു കഴിഞ്ഞാൽ dB is equal to mu 0 by 4 pi I dl. ഇവിടുത്തെ ആംഗിൾ ആക്ച്വലി 90 വരും, sin 90 which is 1 divided by r square. ഇനി ഈ കാണുന്ന dBന്റെ കോമ്പണൻസ് എടുക്കണം നമുക്ക്. ഈ ആംഗിൾ തീറ്റ, അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ. സോ dB is equal to, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തീറ്റ എടുക്കാം, ഫിഗറിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ dB cos തീറ്റ അതാ ഇങ്ങോട്ടുള്ള കോമ്പണന്റ് ഉണ്ടാവും, എക്സ് ഡയറക്ഷനിലെ കോമ്പണന്റ് dB cos തീറ്റ ഉണ്ടാവും, dB sin തീറ്റ ക്യാൻസൽ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എലമെന്റ് ലെങ്ത് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ഓരോന്നിന്റെയും കോമ്പണന്റുകൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കോമ്പണന്റുകളെല്ലാം ക്യാൻസൽ ആവും, അതേസമയം ഇങ്ങനെയുള്ള കോമ്പണന്റുകളും കൂടെ ആഡ് ചെയ്യപ്പെടും. അതാണ് സംഭവിക്കുക. ഓക്കെ, സോ dB cos തീറ്റ ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ, ദിസ് ഈസ് ഓൾസോ തീറ്റ, ഇത് 90 മൈനസ് തീറ്റ വരും. സോ ദിസ് വിൽ ബി തീറ്റ. ഓക്കെ, സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ dB cos തീറ്റ. സോ ഇന്റഗ്രൽ mu 0 by 4 pi I dl by r square. cos തീറ്റ എന്ന് പറയുമ്പോൾ adjacent സൈഡ് r by hypotenuse small r. Okay, so this is mu 0 I r പുറത്ത് വെച്ചിട്ട് 4 pi ഈ കാണുന്ന ഡിസ്റ്റൻസിനെ, സ്മോൾ ആർ എന്നുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് r square plus x square എന്ന് കൊടുക്കാം. സോ ഇറ്റ്സ് r square plus x square whole raised to അതിന്റെ ക്യൂബ് ഉണ്ടാവും, ഹോൾ റേസ് ടു 3/2 ഇന്റഗ്രൽ dr. സോ ഇന്റഗ്രൽ dr ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 2 pi r. സോ ദിസ് ഈസ് mu 0 I r 2 pi capital R divided by 4 pi r square plus x square whole raised to 3/2.
സോ അവിടെ നമുക്ക് പൈ ക്യാൻസൽ ചെയ്യാം, ഒരു 2ഉം 4ഉം കട്ട് ചെയ്താൽ ഒരു 2 കിട്ടും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് μ0 I r square divided by 2 into r square plus x square whole raised to 3/2. ഇതാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ട ഫോർമുല. ഓക്കെ, സോ വൺസ് അഗെയിൻ നോക്കിയേ, മേ ബി നിങ്ങളെ നോട്ട്സിലോ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ സ്കൂളിൽ നിന്നോ ഒക്കെ ഉള്ള നോട്ട്സിൽ മേ ബി ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായേക്കാം. പക്ഷേ അത്രയൊന്നും സ്റ്റെപ്പുകൾ ആക്ച്വലി ഫൈനൽ എക്സാമിന് വാല്യുവേഷന് സിഗ്നിഫിക്കൻ്റ് അല്ല. നിങ്ങളുടെ സ്റ്റാർട്ടിങ് കറക്റ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് തുടങ്ങുന്നത് കറക്റ്റ് ആയിരിക്കണം. അവസാനം കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ ഒക്കെ വേണ്ടുള്ളൂ. സോ ഒരു 4ഓ 5ഓ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എഴുതുന്ന സമയവും ലാഭം, ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് എഴുതി തീർക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങും ഫൈനലും അതിൻ്റെ ഇടയിലുള്ള 2 സ്റ്റെപ്പുകളും കറക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കൂടെ ഫിഗർ വേണം, ഫിഗർ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ ദാറ്റ്സ് magnetic field due to a circular loop μ0 I r square by 2 r square plus x square whole raised to 3/2. Question number 23, നമുക്കൊരു ഫ്യൂ ക്വസ്റ്റ്യൻസും കൂടെ, 5-6 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. സോ ഒരു 8:40 ആകുമ്പോഴേക്കും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. A charged particle is moving perpendicular to uniform magnetic field. Perpendicular to uniform magnetic field. The trajectory of the particle is circle. അതായത് വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് സർക്കിൾ ആണ്. Okay, correct answer is circle. Moving on to the next one. A convex lens is immersed in water. What happens to its focal length? Now, focal length in the formula, lens maker's formula, 1/f is equal to n minus 1 into 1/r1 minus 1/r2 എന്നതാണ്. Now, ഇതിൽ ഈ n എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. സോ ഇത് ഫോക്കൽ ലെങ്ത് 1/f is equal to, in air ആണ് ഫോക്കൽ ലെങ്ത്തിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഡിവൈഡഡ് ബൈ, അതായത് ഇപ്പോൾ ലെൻസ് ഉണ്ടാക്കിയ മെറ്റീരിയൽ ഏതാണോ n2 ഡിവൈഡഡ് ബൈ എയർ -1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അതേസമയം അത് നമ്മൾ വാട്ടറിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം n2 ഡിവൈഡഡ് ബൈ 1.33 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടേം ഒന്നും കൂടെ ചെറുതാവും. ഈ കാണുന്ന n2/1.33 അല്ലെങ്കിൽ n2/1 എന്നുള്ള n2/1.33 ആയിട്ട് മാറി. സോ ഈ കാണുന്ന ടേം ചെറുതായി കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ ആയിട്ടല്ലേ കിടക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് ഓഫ് എയർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇൻ എയർ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇൻ വാട്ടർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്, അതാണ് ചോദ്യം. It increases. Moving on to the next one. Name the phenomenon of light which causes irregular edges of the shadow. NCERT textbookലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. irregular edges of the shadow. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കണം. വാതിലിന്റെയും ജനലിന്റെയും ഒക്കെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ അതിന്റെ ഷാഡോന്റെ എഡ്ജസ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് എല്ലായിടത്തും നല്ല ഷാർപ്പ് ആയിരിക്കണമെന്നില്ല. ഒബ്ജക്റ്റും ഷാഡോയും വളരെ വളരെ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ ഒരു പെൻസിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത് ഇവിടെ വരുന്ന ഷാഡോ ഷാർപ്പ് ആയിരിക്കും, എന്നാൽ ഈ എഡ്ജിന്റെ ഷാഡോ അത്രത്തോളം ഷാർപ്പ് ആയിരിക്കില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡിഫ്രാക്ഷൻ. അതിന്റെ കാരണം ഡിഫ്രാക്ഷൻ ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. The relation between magnetic field and the current given by Biot-Savart law. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഫോം ഓഫ് Biot-Savart law പറഞ്ഞു കഴിഞ്ഞു. വൺ ഡിഫറൻസ് ബിറ്റ്വീൻ Biot-Savart law ആൻഡ് കൂളംസ് ലോ. Biot-Savart lawയും കൂളംസ് ലോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് Biot-Savart law തരുന്നത് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ്, കൂളംസ് ലോ തരുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. രണ്ടാമത് Biot-Savart lawയിൽ ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട്, കൂളംസ് ലോയിൽ അങ്ങനെ ഒരു ആംഗിളിന്റെ വിഷയം വരുന്നില്ല. Q1 Q2 by r² ആണ്. മറ്റേത് ഐഡിയൽ സൈൻ തീറ്റ ബൈ r² ആണ്. സിമിലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. സോ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നൗ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. അത് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0 I/2πr. അതാണ് ഇൻഫിനിറ്റ്ലി ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ് 20 ആംപിയർ. Find the magnetic field at a point 5 cm from it. So B is equal to μ0 I/2πr എന്നതിൽ 4π into 10 raised to -7 current 20 divided by 2π into 5 into 10 raised to -2, 5 cm എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും, into 20 10 raised to 20 താഴെ 5 ഉണ്ട്, 10 raised to -5. So 2 into 40, 8 into 10 raised to -5 Tesla is the correct answer. അടുത്തത്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. കറക്റ്റ്.
അതായത് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നും അത് ചില സിറ്റുവേഷൻസിൽ അത് വർക്കൗട്ട് ആകുന്നില്ല അല്ലെങ്കിൽ വാലിഡ് ആകുന്നില്ല അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻസ് വരുന്നു എന്നുള്ളത് മാക്സ്വെൽ ഐഡന്റിഫൈ ചെയ്യും. അത് മാക്സ്വെൽ ആണ് കറക്റ്റ് ചെയ്തത്. അതിനാണ് മാക്സ്വെൽ ആദ്യമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇൻഡ്യൂസ്. വാട്ട് യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ കറന്റ് ഡ്യൂ ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇക്വേഷൻ എപ്സിലോൺ 0 d/dt ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് phi E. അടുത്ത ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. Interference of light is caused by the superposition of light waves from coherent sources. Right? One method to produce coherent sources, double slit. കോഹറന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ലിറ്റ് ആണ്. വേറെ മെത്തേഡുകളുണ്ട്, ഫ്രണൽസ് ബൈപ്രിസം, അതുപോലെ തന്നെ ലോയിഡ്സ് മിറർ എന്നൊക്കെ പറയുന്ന മെത്തേഡുകളുണ്ട്. വി ഡോണ്ട് നീഡ് ദാറ്റ്. ഈവൻ എൻട്രൻസിന് പോലും നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല. റൈറ്റ് ദ കണ്ടീഷൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് the phase difference is equal to 2n pi n element of z. Destructive interference, the phase difference is equal to 2n minus 1 pi n element of z. Even multiples of pi and odd multiples of pi. ഇനി path difference delta x പറയുകയാണെങ്കിൽ it's n lambda n element of z. Destructive ആണെങ്കിൽ delta x is equal to 2n minus 1 lambda by 2 n element of z. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. അറിഞ്ഞിരിക്കേണ്ടതാണ്. ആക്ച്വലി +1 വേവ്സ് ടോപ്പിക്കിലുള്ളതാണ് ഈ സാധനം. Question number 30. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത് കൂടാതെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈസ് ഈക്വൽ ടു E0 ഇവിടെ സെഡിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ് ആൻഡ് ടി. EZT ഈസ് ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ഒമേഗ ടി. യെസ്. സോ ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് 1.2 × 10⁻⁷ ആണ് K. അതുപോലെ ഈ കാണുന്ന 3.6 × 10⁻15 ആണ് 10⁻15 ആണ് ഒമേഗ. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടുന്ന് K 1.2 × 10⁻7 എന്നും ഒമേഗ 3.6 × 10⁻15 എന്നും കിട്ടിയ സ്ഥിതിക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇറ്റ്സ് ഒമേഗ ബൈ K. It's 3.6 × 10⁻15 divided by 1.2 × 10⁻7, which is actually 3 × 10⁸. എന്ന് വെച്ചാൽ മീഡിയം വാക്വം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ V is equal to E0 by B0. നമുക്ക് വേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. സോ B0 is equal to E0 divided by C. അതായത് 36 divided by 3 × 10⁸. അതായത് 12 × 10⁻⁻8 ടെസ്ല. 12 × 10⁻⁻8 Tesla. Now find the wavelength and frequency of the wave. So wavelength കണ്ടുപിടിക്കണമെങ്കിൽ 2 pi by lambda എന്ന് പറയുന്ന K is equal to നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട്. K എത്രയാണ്? 1.2 × 10⁻7. 10⁻7. So lambda is equal to 2 pi divided by 1.2 × 10⁻7. ഇത് 2 pi divided by 1.2, 6.28 divided by 1.2 × 10⁻7. It's approximately 5 × 10⁻7 എന്ന് കിട്ടും. ലാംഡ മീറ്ററിലാണ് കേട്ടോ. Now 2 pi f omega is equal to frequency കണ്ടുപിടിക്കാൻ omega is 3.6 × 10⁻15. So f is equal to 3.6 divided by 2 pi എന്ന് വെച്ചാൽ 6.28 into 10⁻15 approximately ഒരു 0.5 എന്നൊക്കെ കൊടുക്കാൻ നമുക്ക് 0.5 × 10⁻15 ഹെഡ്സ് ആണ് വരിക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻസ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതാണ്. സോ ഇക്വേഷൻ എങ്ങനെ കൊടുത്താൽ മതി? B of ZT ഈസ് ഈക്വൽ ടു B0. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ എവിടെ ഈ സാധനം B0 ഇൻറ്റു ഇതേ സാധനങ്ങൾ തന്നെ, ഒന്നും മാറ്റണ്ട. Kന്റെ വാല്യൂം ഒമേഗന്റെ വാല്യൂം സെഡും ടി ഒക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. E0 B0 മാത്രമല്ലോ. സൈൻ ഫംഗ്ഷന്റെ ഉള്ളിലുള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, so we are moving on to the last question. Complete the ray diagram given below. ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകും. മാർക്ക് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻ ദ ഫിഗർ. ഡീവിയേഷൻ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നേരെ പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരികയാണെങ്കിൽ ഈ ആംഗിൾ ആണ് ഡീവിയേഷൻ. ഡിറൈവ് an expression for angle of deviation in terms of angle of incidence and angle of prism. അത് ഏതാണെന്നറിയോ? ഡീവിയേഷന്റെ ഫോർമുല I minus R1 plus E minus R2 ആണ്. അതായത് ഇൻസിഡൻസിന്റെ അവിടെ I minus R1 ഉം എമർജൻസിന്റെ അവിടെ E minus R2 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ I plus E minus of R1 plus R2 എന്നാക്കിയത്. Now ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെയും ആംഗിൾ ഓഫ് പ്രിസത്തിന്റെയും ടേംസിലേക്ക് ആക്കാനാണ്. സോ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I പ്ലസ് എമർജന്റ് ആംഗിൾ E മൈനസ് ഈ R1 plus R2 നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. R1 plus R2ന്റെ വാല്യൂ A ആണ്. ഇറ്റ്സ് ഓൾവേസ് ട്രൂ.
അത് നമുക്ക് ഡിറൈവ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു I plus E minus A. ഇനി ഫോർ മിനിമം ഡീവിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ for minimum deviation I is equal to E. That means the minimum deviation എന്ന് പറയുന്നത് 2I minus A എന്നാണ് കിട്ടുക. മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I minus A എന്നാണ് കിട്ടുക. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. സോ അപ്പോൾ നമ്മൾ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. സോ +2 ക്ലാസിന്റെ ക്രിസ്മസ് എക്സാം ചൊവ്വാഴ്ചയാണ് എക്സാം എന്നറിയാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ന് സൺഡേ, മൺഡേ നിങ്ങൾക്ക് നാളെ മോർണിംഗിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ടാകും. കാരണം കെമിസ്ട്രിയുടെ തലേന്ന് ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് കെമിസ്ട്രിയുടെ ക്ലാസ്സസ് നാളെ ഉണ്ടാകും. സോ ആ കെമിസ്ട്രി ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫിസിക്സിന്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. നാളെ ഒരു ആഫ്റ്റർനൂൺ മുതൽ നിർബന്ധമായും ഫിസിക്സ് പഠിക്കുക. അതിൽ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. 25% ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതുപോലെ തന്നെ കറണ്ട് ഭാഗത്തു നിന്നൊക്കെ വരാൻ സാധ്യത ഉള്ളത്. അതിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗോസസ് ലോ എന്തായാലും ചോദിച്ചിരിക്കും. കപ്പാസിറ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു 2 ടോപ്പിക്കുകളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആവാം, അത് കിർച്ചോഫ് റൂൾസ് ആവാം, അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആവാം. ഇതാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. ഓക്കെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ ആംബിയർ സർക്യൂട്ടൽ ലോ, ബയോട്ട് സവർട്ട് ലോ, ഗാൽവനോമീറ്റർ, നമ്മളിപ്പോൾ ചെയ്തൊക്കെ ആംബിയർ സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ബയോട്ട് സവർട്ട് ലോ. അല്ലെങ്കിൽ ഇത് ഒരു വർഷം ഇത് ചോദിച്ചാൽ അടുത്ത വർഷം മറ്റേത് ചോദിക്കും. മിഡ് ടേമിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് മറ്റേത് ചോദിക്കും. അങ്ങനെ മാറ്റി കളിക്കാറാണ് ഉണ്ടാവാറുള്ളത്. അത് കഴിഞ്ഞ് മാത്സ് ആൻഡ് മാറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊന്ന് ചെയ്തതിൽ ഒരു ഡിഫിക്കൽട്ട് ഡെറിവേഷൻ അതിലാണുള്ളത്. അതല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാരാഫെറോ ഡയോ പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്സ് ആൻഡ് മാറ്ററിൽ ചോദിക്കാറുള്ളത്. അത് കഴിഞ്ഞ് റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സിൽ വരുമ്പോൾ ലെൻസിന്റെ ഇക്വേഷൻ ഉണ്ട്, മിററിന്റെ ഇക്വേഷൻ ഉണ്ട്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട്, റിഫ്രാക്ഷന്റെ കർവ്ഡ് സർഫസ് ഉണ്ട്. വേവ് ഒപ്റ്റിക്സിൽ YDSC ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ട്, ബ്രൂസ്റ്റേഴ്സ്. പോളറൈസേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട സാധനമാണ് ബ്രൂസ്റ്റേഴ്സ്. ഈവൻ എൻട്രൻസിനും പറയുമ്പോൾ പോളറൈസേഷൻ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പോളറൈസേഷൻ എന്നാണ്. സോ ബോർഡ് എക്സാമിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള സ്റ്റഡീസ്, അതിനൊരു എന്താണ് നിങ്ങൾക്ക് അതിന് കിട്ടാൻ പോകുന്നത്, മിനിമം റിക്വയർമെന്റ് എന്താണോ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യണം. ഏതായാലും മിഡ് ടൈം എക്സാം നടക്കുന്ന ആയതുകൊണ്ട് ഈ വരുന്ന വീക്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. സോ നമ്മളെ എൻട്രൻസ് ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സസ് വേഗ ബാച്ചിനും അതുപോലെ തന്നെ JEE ഫോളോ ചെയ്യുന്നവർക്ക് സീരിയസ് ബാച്ചിനും ഉള്ള എൻട്രൻസ് ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സസ് ഈ വീക്കിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മിഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാം കഴിയുന്ന ദിവസം മുതൽ നമ്മൾ വീണ്ടും എൻട്രൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്ക് തിരിയും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.